പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ശാകുന്തള ഇതിഹാസത്തിനപ്പുറം നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ VK വിജയൻ മാഷാണ്. മാഷിനെ സ്വാഗതം ചെയ്യും. യോഗാധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഒരു ക്ഷമാപണത്തോടുകൂടി ഞാൻ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ച് ഇങ്ങനൊരു ഇതുണ്ട്, ഈ ക്ലാസിക്കുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി. അതിനകത്ത് ആദ്യത്തെ ക്ലാസിക് എന്നുള്ള രീതിയിൽ അഭിജ്ഞാന ശാകുന്തളത്തെ പരിചയപ്പെടുത്തുക എന്ന്. അത് ഉണ്ണികൃഷ്ണനോട് പറയുന്നതിന് മുമ്പ് തന്നെ വസന്തം മാഷ് എൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചു. ഞാനല്ല അത് പറയുന്ന ആൾ, ആധികാരികമായിട്ടൊക്കെ അതിന് ഔദ്യോഗികമായിട്ടത് പറയാൻ മാഷെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വസന്തം മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വസന്തം മാഷ് പറഞ്ഞപ്പോൾ ഞാനതിന് പറ്റിയ ആളാണോ, എന്നെ കൊണ്ടത് കഴിയോ, ഇതൊന്നും ആലോചിക്കാതെ ഞാനതങ്ങ് ശരി നോക്കാമെന്നുള്ള അത് മനസ്സിൽ നിശ്ചയിച്ചു. പിന്നെ ഉണ്ണികൃഷ്ണൻ വിളിച്ചപ്പം അപ്പോഴൊക്കെ എൻ്റെ ധാരണ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ഇതാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അത് ശാകുന്തളം മലയാളത്തിൽ എന്നുള്ള ഒരു ഇതായിട്ട് ആ രീതിയിലല്ല ഞാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ക്ഷമാപണം എന്ന രീതിയിൽ പറയാനുള്ളത്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള നാടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിജ്ഞാന ശാകുന്തളമാണ്. മലയാളത്തിലെ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള കവികളും ശാകുന്തളം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിനല്ല ഞാൻ മുതിരുന്നത്. ഇപ്പോൾ കാളിദാസന്റെ രഘുവംശത്തിൽ കാളിദാസൻ വളരെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രഘുവംശം തുടങ്ങുന്നത്. സൂര്യപ്രഭവംശൽപ വിഷയാമതി തിതീഷു ദുസ്തരം മോഹാദുപേനാസ്മി സാഗരം. അതേ വാക്കുകൾ, കാളിദാസന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അഭിജ്ഞാന ശാകുന്തളം അത്ര എളുപ്പത്തിൽ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന അങ്ങനെ വഴങ്ങുന്ന ഒരു നാടകമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തർജ്ജമകളും ഇത്രയധികം വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായത്. ഇത്രയധികം വ്യാഖ്യാനിച്ചിട്ട് ഒന്നും ഇപ്പോഴും എന്തായിട്ടില്ല, ശാകുന്തളം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നതും അതുകൊണ്ടാണ്. കാളിദാസനെ കുറിച്ച് പറയാതെ, സംസ്കൃത നാടകത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാതെ അഭിജ്ഞാന ശാകുന്തളത്തിലേക്ക് കടക്കുന്നത് ഉചിതമാവില്ല എന്നാണ് തോന്നുന്നത്. ആദികവി വാൽമീകി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ വാൽമീകിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള രാമായണത്തെ ആദികാവ്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സംസ്കൃത സാഹിത്യത്തിൽ ആ ഒരു കാവ്യ സംസ്കാരം തുടങ്ങുന്നത് കാളിദാസൻ. കാരണം രാമായണത്തെ നമ്മളൊരു കാവ്യം എന്നുള്ളതിനപ്പുറം ഒരു ഇതിഹാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. രാമായണത്തെ ആയാലും മഹാഭാരതത്തെ ആയാലും ആ കാവ്യ പാരമ്പര്യം തുടങ്ങുന്നത് കാളിദാസൻ മുതലാണ് എന്നാണ്
അതുകൊണ്ട് തന്നെ ആയിരിക്കാം കവികുല ഗുരുവായിട്ട് വാൽമീകിയല്ല കണക്കാക്കുന്നത്. കാളിദാസനെയാണ് കവികുല ഗുരു എന്നുള്ള രീതിയിൽ. പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്യാപി തത്തുല്യ കവീരഭാവാൽ അനാമിക സാർത്ഥക നാമധേയ. സംസ്കൃതം പറയുന്നതുകൊണ്ട് ഒരു വിഷമം തോന്നണ്ട. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം നമ്മൾ സംസ്കൃത പദങ്ങൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 70% മലയാള പദങ്ങളും സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് ആ ഒരു സംസ്കൃതത്തിൻ്റെ ഒരു സംസ്കാരവും അതിൻ്റെ ഒരു മനസ്സിലാക്കാനുള്ളൊരു സിദ്ധിയും ഒക്കെ വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പണ്ട് കവികളുടെ ഒരു കണക്കെടുപ്പ് നടത്തി ആരൊക്കെയാണ് കേമന്മാരായിട്ടുള്ള കവികൾ എന്ന്. അതാണ് പുരാകവീനാം ഗണനാപ്രസംഗേ. എന്നിട്ട് സാധാരണ നമ്മൾ എണ്ണുമ്പോൾ ഇങ്ങനെയല്ല. കനിഷ്ഠികാധിഷ്ഠിത കാളിദാസൻ, ഈ ചെറുവിരൽ മടക്കിയിട്ട് 1 കാളിദാസൻ. രണ്ടാമത് തത്തുല്യനായിട്ടുള്ളൊരു കവിയുടെ പേര് പറയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിരലിന് അനാമിക, നാമമില്ലാത്തത് എന്ന പേര്. ഈ വിരലിന് പറയുക ഇത് അങ്കുഷ്ടം, ഇത് തർജനി, ഇത് മധ്യമ, ഇത് അനാമിക, ഇത് കനിഷ്ഠിക. അപ്പോൾ ഈ അനാമിക എന്ന പേര് ഈ മോതിര വിരലിന്, ഈ അനാമിക എന്ന പേര് വരാൻ കാരണം കാളിദാസന് തുല്യമായിട്ട് മറ്റൊരു കവിയുടെ പേര് പറയാൻ ഇല്ലായിരുന്നു എന്നുള്ള ഇതുകൊണ്ടാണ്. നാമമില്ലാത്തതായിപ്പോയി എന്ന് അർത്ഥത്തിൽ. എന്നാൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കവിയുടെയൊക്കെ പേരും പെരുമയും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ധാരാളം സൂക്തങ്ങളും ധാരാളം ചൊല്ലുകളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മളുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ബാണൻ്റെയോ അല്ലെങ്കിൽ മഹാഭാരതത്തെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതത്വചി. ഇതിലെന്തൊക്കെയുണ്ടോ, ഈ കൃതിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ലോകത്തിൽ മറ്റ് പല കൃതികളിലും കാണാൻ കഴിയും. എന്നാൽ ഇതിലില്ലാത്തത് ലോകത്ത് നിങ്ങൾക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പെരുമ പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നതാണ്. അത് ആ അർത്ഥത്തിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ അതുപോലെയല്ല കാളിദാസനെ കുറിച്ച് പറഞ്ഞത്. കാളിദാസനെ കുറിച്ചുള്ള ഈ കാളിദാസൻ്റെ പെരുമ പറയുന്ന ഈ ഒരു അത്തരത്തിലുള്ള ഒരു സ്തുതിവചനമല്ല എന്നുള്ളതാണ് വാസ്തവം. കാളിദാസൻ ഏത് കാലത്ത് ജീവിച്ചു എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മലയാളികൾ ചരിത്രബോധം വളരെ കുറവുള്ള ആൾക്കാരാണ്. ചരിത്രം രചിക്കുന്നതിലും ചരിത്രം ഓർത്തു വയ്ക്കുന്നതിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ പുറകിലാണ് എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ യഥാർത്ഥ നാമം എന്താണ്, എവിടെയാണ് എന്ന് ഇപ്പോഴും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ചിറ്റൂരാണോ അതല്ല ഇവിടെ തുഞ്ചൻപറമ്പിലാണോ, എവിടെയാണ് എഴുത്തച്ഛൻ്റെ ജീവിതമുണ്ടായതിനെ എഴുത്തച്ഛൻ ജനിച്ചത്, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള തർക്കങ്ങൾ, പേരിനെക്കുറിച്ച് തർക്കങ്ങൾ. 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ നമുക്ക്, അല്ലെങ്കിൽ ചരിത്രം പോലും നമുക്ക് അറിയില്ല. എന്തിന് നമ്മളുടെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ നമ്മൾ പറയും, ചിലപ്പോൾ മുത്തച്ഛൻ്റെ പേരും കൂടി ചോദിച്ചാൽ പറയും. മുത്തച്ഛൻ്റെ അച്ഛൻ ആണേ മുതുമുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയുന്നവർ വളരെ വളരെ വിരളമാണ്. ഇല്ല എന്നൊന്നും പറയില്ല, പക്ഷേ വളരെ വളരെ വിരളമാണ്. അത്ര മാത്രമേ ചരിത്രബോധം നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് 10,000-2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ കാളിദാസൻ്റെ ശരിക്കുള്ള പേരെന്താണ്, അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഏതാണ്, ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു ദോഷമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെയൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പരാമർശിക്കപ്പെട്ട വസ്തുക്കളുമൊക്കെ പരിശോധിച്ചിട്ട്
ഏകദേശം ഒരു കാലത്തേക്ക് അദ്ദേഹത്തെ നിർണയിച്ചിട്ടുണ്ട്. അതിൽ പോലും എന്തുണ്ട്, BC 1-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കാലത്തിനിടയിലാണ്, അതിനിടയിൽ എവിടെയോ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളത് മാത്രമേ ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളൂ. കൃത്യമായിട്ട് അത് പറയാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഭാസനെ പോലുള്ള കവികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നാടകം തുടങ്ങുമ്പോൾ, മാളവികാഗ്നിമിത്രം തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഭാസ സൗമില്യ കവിപുത്രാദീനാം ഗ്രന്ഥാനതിക്രമ്യ വർത്തമാനകാലകവേഹ കാളിദാസസ്യ ക്രിയായാം കഥമസ്യാഹ പരിഷതഃ പരിതോഷോ സഞ്ജായേത. ഭാസൻ, സൗമില്യൻ, കവിപുത്രൻ മുതലായിട്ടുള്ള ഗംഗേമന്മാരായിട്ടുള്ള നാടകകർത്താക്കളുടെ നാടകങ്ങൾ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള ഈ അഭിരൂപഭൂയിഷ്ടമായിട്ടുള്ള ഈ സദസ്സിൻ്റെ മുന്നിൽ ഈ വർത്തമാനകാല കവിയായിട്ടുള്ള കാളിദാസൻ്റെ കവിത ശോഭിക്കുമോ ആവോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മാളവികാഗ്നിമിത്രം തുടങ്ങുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചരിത്രത്തിലേക്കുള്ള ഒരു ചെറിയൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭാസനും സൗമില്യനും കവിപുത്രനുമൊക്കെ കാളിദാസൻ്റെ പൂർവികരായിരുന്നു. കാളിദാസൻ്റെ കാലത്ത് തന്നെ വളരെയധികം പ്രശസ്തി പിടിച്ചു പറ്റിയവരായിരുന്നു. ഇതിനകത്ത് സൗമില്യൻ്റെയും കവിപുത്രൻ്റെ ഒന്നും ഗ്രന്ഥങ്ങൾ നമുക്കിപ്പോഴും ഉപലബ്ധമല്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഭാസൻ്റെ നാടകങ്ങൾ നമുക്ക് ഉപലബ്ധമാണ്. ഭാസൻ അതിനകത്തും നമ്മളിങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കും, തർക്കിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്വഭാവം. ഭാസൻ്റെ നാടകങ്ങൾ 1911 ഗണപതി ശാസ്ത്രികളാണ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടെടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള സാഹിത്യചരിത്രകാരന്മാർക്ക് ഒട്ടും ബോധ്യമായിട്ടില്ല. അങ്ങനെ ഭാസൻ്റേത് അത് അവിടുന്ന് കണ്ടെത്തിയത് ശരിയായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും അവർ ഭാസൻ്റെ നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദ സോ കോൾഡ് ഭാസ പ്ലേസ് എന്ന് പറയുന്നു. ഭാസൻ്റേതെന്ന് പറയപ്പെടുന്ന കൃതികൾ അത് അംഗീകരിക്കാൻ അവരിപ്പോഴും ചെയ്യും. ഈ രീതിയിലുള്ളതായിരിക്കുന്ന തർക്കങ്ങളൊക്കെ നമ്മളുടെ സാഹിത്യ ലോകത്തും സാഹിത്യ ചരിത്ര ലോകത്തും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ തർക്കത്തിനൊക്കെ അതീതമായിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഭാസൻ എന്ന വിശ്വമഹാനാടകകൃത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 13 നാടകങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാളിദാസനേക്കാളും ഏകദേശം ഒരു 3 നൂറ്റാണ്ടെങ്കിലും പഴക്കം ഭാസൻ്റെ നാടകങ്ങൾക്ക് ഉണ്ടാകാം എന്നാണ്. എന്ന് മാത്രമല്ല, നാടകമാണ് കാവ്യത്തെക്കാൾ മുമ്പ്, മഹാകാവ്യങ്ങളെക്കാളൊക്കെ മുമ്പ് നാടകമാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് എന്നുള്ളതിനും ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഭാസൻ്റെ സ്വാധീനം കാളിദാസൻ്റെ രചനകളിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ചില വരികളൊക്കെ അതുപോലെ തന്നെ കാളിദാസൻ എന്ത് ചെയ്യുന്നുണ്ട്, അനുവർത്തിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് പരസ്യമായിട്ട് കാളിദാസൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കാളിദാസൻ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിധേയനായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അദ്ദേഹം കവി എന്നുള്ള രീതിയിൽ ബഹുമാനിച്ചിരുന്നത് വാൽമീകിയാണ്. രാമായണത്തെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപജീവിച്ചിട്ടുള്ളത്. തൻ്റെ രചനകൾക്കും തൻ്റെ കവിത്വ സിദ്ധിയെ കൂടുതൽ ഉന്മിഷത്താക്കുന്നതിനുമൊക്കെ അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ളത്, ഉപജീവിച്ചിട്ടുള്ളത് രാമായണത്തെയാണ്. രാമായണത്തിൻ്റെ എക്സ്റ്റൻഷനാണ് അദ്ദേഹത്തിൻ്റെ രഘുവംശത്തിലെ പല ഭാഗങ്ങളും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് രഘുവംശത്തിലെ രാമായണത്തിൽ വളരെ ചുരുക്കി പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ് സീതയെ മോചിപ്പിച്ച് രാവണ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവരിങ്ങോട്ട്
ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചുള്ള യാത്ര സാധാരണ രീതിയിൽ വാൽമീകി നല്ല രീതിയിൽ അതിനൊരു ആ പ്രകൃതി വർണ്ണനയൊക്കെ ചെയ്യേണ്ടതാണ്. അത് വാൽമീകി വളരെ ശുഷ്കമായിട്ടേ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഭാഗം തൻ്റെ രഘുവംശത്തിൽ 14-ാം സർഗത്തിൽ അദ്ദേഹം വളരെ വിസ്തരിച്ചങ്ങ് പ്രതിപാദിക്കുന്നു. ഒരു സർഗം തന്നെ അതിനു വേണ്ടിയിട്ട് ഒരാകാശ കാഴ്ചയായിട്ട് പുഷ്പവിമാനത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ രാമായണത്തിൽ എവിടെയൊക്കെയാണോ വാൽമീകി വളരെ സംക്ഷേപിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനെയൊക്കെ ഒന്ന് വിപുലപ്പെടുത്തുകയും, വാൽമീകി എവിടെയാണോ വളരെ വിശദമായിട്ട് വർണ്ണനകളും ഇതൊക്കെ നടത്തിയിട്ടുള്ളത് അതിനെയൊക്കെ സംക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഒരു നയമാണ്, ആ ഒരു എന്താണ് കാവ്യശൈലിയാണ് നമുക്ക് കാളിദാസന്റെ രഘുവംശത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ബഹുമാനം കൊണ്ടായിരിക്കാം ഒരിടത്ത് പോലും വാൽമീകിയുടെ പേര് കാളിദാസൻ പരാമർശിക്കുന്നില്ല. എവിടെയൊക്കെ വാൽമീകിയെക്കുറിച്ച് പരാമർശിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അവിടെയൊക്കെ കവി എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ കവി എന്ന് എവിടെയൊക്കെ കാളിദാസൻ പ്രതിപാദിച്ചിട്ടുണ്ടോ അത് വാൽമീകിയാണ്. അത്രമാത്രം എന്ന് മാത്രമല്ല, അദ്ദേഹം കുമാരസംഭവത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിനയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യാസൻ്റെയും അതുപോലെ വാൽമീകിയുടെയും ഒക്കെ അതുപോലുള്ളതായിരിക്കുന്ന സൂര്യസമാന പ്രഭയോടുകൂടിയിട്ടുള്ളതായിരിക്കുന്ന മഹാകവികളുടെ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന കാജങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള കവികൾ എന്ന് കാളിദാസൻ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സ്വയം പ്രകാശന ശേഷിയില്ല, സ്വയം കവികളായിട്ടുള്ളവരല്ല, മറ്റുള്ളവരുടെ അവരുടെ ഈ വ്യാസൻ്റെയും വാൽമീകിയുടെയും ഒക്കെ കവിതകൾ കണ്ടും കേട്ടും പഠിച്ചും അത് എന്ത് ചെയ്യുന്നു വീണ്ടും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്, അത് പ്രതിഫലിപ്പിക്കുന്ന കാജങ്ങളാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു അത്രമാത്രം വിനയത്തോടു കൂടി അല്ലെങ്കിൽ അത്രമാത്രം ആദരവോടുകൂടിയാണ് കാളിദാസൻ. ഇത്രയും വിനയസമ്പന്നനായിട്ടുള്ള ഒരു കവിയെ നമുക്ക് കാണാൻ പ്രയാസമാണ് എന്നുള്ളതാണ് കാളിദാസന്റെ മറ്റൊരു പ്രത്യേകത. വിക്രമാദിത്യൻ്റെ സദസ്സിൽ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ എന്നൊക്കെ കാളിദാസനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. ഈ കഥകൾക്കൊന്നും എന്തില്ല, ചരിത്രപരമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അന്നത്തെ കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഇതുപോലുള്ള കവി സദസ്സുകളും ശാസ്ത്ര സദസ്സുകളും ഇതൊക്കെ നടത്തി അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അന്നത്തെ രാജാക്കന്മാരും നമ്മുടെ നാട്ടിൽ നമ്മുടെ സാംസ്കാരികമായ മണ്ഡലത്തിൽ ഒരു വലിയ ഒരു ചലനം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇത്രമാത്രം മഹാന്മാരായിട്ടുള്ള കവികളെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കാം നമ്മുടെ നാട്ടിലും കേരളത്തിൽ ഇപ്പോൾ തളിയിൽ എന്ത് ചെയ്യുന്നു, പഴയ കാലത്ത് ഉദ്ദണ്ഡൻ്റെയും കാക്കശ്ശേരിയുടെയും നമ്പൂതിരിയുടെയും ഒക്കെ കാലത്ത് നടന്നിരുന്ന രേവതി പട്ടത്താനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ആ ഒരു പാരമ്പര്യം പഴയ രാജഭരണകാലത്ത് നടന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചകമാണ്. അക്കൂട്ടത്തിലാണ് ധന്വന്തരി ക്ഷവണകാമര സിംഹ ശംഖു വേതാളഭട്ട ഘടകർപ്പര കാളിദാസാഹ ഖ്യാതോ വരാഹമിഹിരോ ഹൃദയസഭായാം രത്നാനി വൈ നവവിക്രമസ്യ എന്ന് വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു 9 നവരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭിന്ന മേഖലകളിൽ, അത് ശാസ്ത്രമുണ്ട്, സാഹിത്യമുണ്ട്, കവിതയുണ്ട്, നാടകമുണ്ട്, എല്ലാ മേഖലയും ഇതിലൊക്കെ എന്താണ് നിഷ്ണാതന്മാരായിട്ടുള്ള 9 പേരെ കുറിച്ച് അതിലൊരു പരാമർശം നടത്തി പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു കാളിദാസൻ. അതേ അവസരത്തിൽ ഇരുന്ന കൊമ്പ് മുറിച്ചിരുന്ന മരമണ്ടനായിട്ടുള്ള ഒരാളാണ് കാളിദാസൻ എന്നുള്ള കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. കാളിയുടെ പ്രസാദം കൊണ്ടാണ് കാളിദാസൻ ആ പേരും പെരുമയും പ്രതിഭയും ഒക്കെ ലഭിച്ചത് എന്നുള്ള രീതിയിലുള്ള കഥയും, ഇങ്ങനെ കഥ ചമയ്ക്കുവാനുള്ള
മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിന് പിന്നിൽ, അവരുടെ ജനനത്തിന് പിന്നിൽ, ഇതിൻ്റെ പിന്നിലൊക്കെ കഥ ചമയ്ക്കുവാനുള്ള സാമർഥ്യം നമ്മളെപ്പോലെ വേറൊരാൾക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് മഹാന്റെ ജന്മത്തിന് പിന്നിലും കൈക്കുളങ്ങര രാമവാര്യർ എങ്ങനെയാണ് ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കൈക്കുളങ്ങര അമ്പലത്തിലുള്ളവർ എന്ത് ചെയ്തു, അവിടുത്തെ വാരസ്യാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം തോന്നുന്നു. സ്വന്തം ഭാര്യ എന്തുണ്ട്, അവിടുത്തെ പൂജാരിയായിട്ടുള്ള അവിടുത്തെ ശാന്തിക്കാരനായിട്ടുള്ള തിരുമേനിക്ക് അവിടുത്തെ വാരസ്യാരോടൊരു ഭ്രമം തോന്നുകയും അതേ അവസരത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പിന്നെ വാരസ്യാരുമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, വേഴ്ചയിലേർപ്പെടുകയും അങ്ങനെ വാരസ്യാർ ഗർഭിണിയാവുകയും ഒരേ സമയത്ത് ഭാര്യയും ഗർഭിണിയാവുന്നു. അപ്പോൾ ഭാര്യയിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഇല്ലത്തുണ്ടാവുന്ന ഉണ്ണി ഹേമനാവണം എന്നുള്ള രീതിയിൽ സേവിച്ച നെയ്യ്, പൂജിച്ച നെയ്യ് എന്ത് ചെയ്യുന്നു, അന്തർജനത്തിന് സേവിക്കാൻ കൊടുക്കുന്നു. സാധാരണ നെയ്യ് വാരസ്യാർക്കും കൊടുത്തു. അപ്പോൾ അന്തർജനത്തിന് സംശയം, അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം വാരസ്യാരോടാണോ എന്ന്. അതുകൊണ്ട് ഒരുപക്ഷെ ആ കൊടുത്ത നെയ്യ് കുറച്ചുകൂടി സ്പെഷ്യലായിരിക്കും. അതുകൊണ്ട് ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നു, ആ നെയ്യിൻ്റെ പാത്രങ്ങൾ മാറ്റി എന്നും. അങ്ങനെ ജനിച്ച ആളാണ് കൈക്കുളങ്ങര രാമവാര്യർ. അങ്ങനെ ജനിച്ച, അതുകൊണ്ടാണ് പ്രത്യേകം പൂജിച്ച നെയ്യ് കഴിച്ച് അങ്ങനെ വാരസ്യാരിലുണ്ടായ പുത്രനായതുകൊണ്ടാണ് കൈക്കുളങ്ങര രാമവാര്യർ ഇത്രയും ഹേമനായത്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മഹാന്മാരുടെയൊക്കെ ജീവിതത്തിന് പിന്നിൽ ഒരുപാട് കഥ ചമച്ചിട്ടുണ്ട്. കാളിദാസനെ പോലുള്ള ഒരാളുടെ കാളിദാസനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്ന, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരുപാട് കഥകൾ. ഏതായാലും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കവിയാണ്. കവി എന്നുള്ള രീതിയിൽ മാത്രമല്ല, അദ്ദേഹം നാടകൃത്ത് കൂടിയാണ്. കവിയാണോ കാളിദാസൻ, നാടകൃത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക, കാളിദാസ ഈസ് മോർ പോയറ്റിക് ദാൻ ഡ്രമാറ്റിക് എന്ന് പറയേണ്ടി വരും. കാളിദാസൻ ഒരു നാടകൃത്ത് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നാടകത്തെ പോലും കവിത പോലെ എന്ത് ചെയ്യുന്നു, ഏറ്റവും ആസ്വാദ്യമാക്കിയിട്ടുള്ള ആളാണ്, ആസ്വാദ്യമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള ആളാണ് കാളിദാസൻ എന്ന് പറയേണ്ടി വരും. ദാസനെക്കുറിച്ചും കാളിദാസനെക്കുറിച്ചും പറയുമ്പോഴും ഇതേ രീതിയിൽ പറയും. ദാസ ഈസ് മോർ ഡ്രമാറ്റിക് ദാൻ കാളിദാസ ആൻഡ് കാളിദാസ ഈസ് മോർ പോയറ്റിക് ദാൻ ദാസ. ഇങ്ങനെ ദാസൻ്റെ സ്വാധീനം കാളിദാസനിലുണ്ടെങ്കിലും ആ നാടകീയത വേണ്ടത്ര തൻ്റെ രചനയിൽ വരുത്തി തീർക്കാൻ കാളിദാസന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ദാസനോളം വരില്ല നാടകത്തിൻ്റെ ഇതിൽ. അതേ അവസരത്തിൽ കവിതയുടെ കാര്യത്തിൽ കാളിദാസനോളം മറ്റൊരാളും വരില്ല എന്നുള്ളതാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും കാളിദാസൻ്റെ രചനകൾ 2 ഖണ്ഡകാവ്യങ്ങൾ, 2 മഹാകാവ്യങ്ങൾ, 3 നാടകങ്ങൾ, ഇത്രയുമാണ് കാളിദാസൻ്റെ രചനകൾ. ഷാരടി മാഷൊക്കെ പറയുന്നത് പോലെ കാളിദാസന് ആ ഒരു പേര് നൽകിയത് തന്നെ ഷാരടി മാഷാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉഭയകവീശ്വരൻ എന്നാണ് ഷാരടി മാഷ് കാളിദാസനെ കുറിച്ച് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദൃശ്യകാവ്യത്തിലും ശ്രവ്യകാവ്യത്തിലും ഒരേപോലെ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആളാണ് കാളിദാസൻ എന്നാണ് ഷാരടി മാഷ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിദ്ധി വളരെ അപൂർവം ചിലർക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സംസ്കൃത സാഹിത്യ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാടകം എഴുതുന്നവർ എപ്പോഴും നാടകം എഴുതുന്നു. മറ്റേ ഇതിൽ കാവ്യരചന നടത്തുന്ന മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും രചിക്കുന്നവർ അവർ ആ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇതിന് അപവാദമായിട്ട് കാളിദാസനുണ്ട്. അതുപോലെ ശ്രീഹർഷൻ ആ ഗണത്തിൽ ശ്രീഹർഷൻ്റെ ഇതിൽ നൈഷധീചരിതം രചിച്ചത് ശ്രീഹർഷനാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിട്ട് നാടകങ്ങളും ചിലത് അദ്ദേഹത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന നാടകങ്ങളെന്ന് അങ്ങനെയുള്ള നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചില്ല. പക്ഷേ കാളിദാസന്
കാളിദാസന്റെ കാര്യത്തിൽ ആ ഒരു സംശയം നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഏറ്റവും ആദ്യത്തെ രചന ഋതുസംഹാരമാണ്. നമ്മുടെ പ്രകൃതിയിലുള്ള 6 ഋതുക്കളെക്കുറിച്ചും ആ 6 ഋതുക്കളിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ആ ഓരോ ഋതുക്കളിലും മനുഷ്യന്മാർ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതചര്യയിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണമെന്നും വളരെ സവിസ്തരം, എങ്ങനെ ജീവിതം വളരെ ആസ്വാദ്യകരമായ രീതിയിലാക്കി തീർക്കാൻ എങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കാവ്യമാണ്. 155 ശ്ലോകമുള്ള കാവ്യമാണ് ഋതുസംഹാരം. 6 ഋതുക്കളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. അതിനകത്ത് കാളിദാസന്റെ ആയുർവേദ പാണ്ഡിത്യവും ഇതൊക്കെ വളരെ പ്രകടമാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചരകസംഹിതയിലെയും ശുശ്രൂഷസംഹിതയിലും ഒക്കെ അതിനകത്ത് അവർ പറയുന്ന ഋതുചര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്, കാളിദാസൻ വളരെ മനോഹരമായിട്ട് കാവ്യാത്മകമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ തൻ്റെ ഈ ഋതുസംഹാരം എന്ന് പറയുന്ന കാവ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മേഘസന്ദേശമാണ്. മേഘസന്ദേശം കുറച്ചുകൂടി പോപ്പുലറാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രചാരത്തിലുള്ളതാണ്. സന്ദേശകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് കൂടിയാണ് കാളിദാസൻ. കാളിദാസന്റെ മേഘസന്ദേശം വന്നതിന് ശേഷം എത്രമാത്രം സന്ദേശകാവ്യങ്ങളാണ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല, അത്രമാത്രം സന്ദേശകാവ്യങ്ങളും. പക്ഷേ മുണ്ടശ്ശേരി മാഷൊക്കെ പറഞ്ഞതുപോലെ സന്ദേശകാവ്യം അതൊന്നേ ഉള്ളൂ, അത് കാളിദാസന്റെ മേഘസന്ദേശം ആണ്. ബാക്കിയുള്ളതൊക്കെ കേവലം എന്തായിപ്പോയി, ഇദ്ദേഹത്തിൻ്റെ ഈ അനുകരണം. കാരണം ആദ്യത്തെ ഭാഗത്ത് നീങ്ങു മാർഗം ഇതിനെക്കുറിച്ച് വിസ്തരിക്കുക, രണ്ടാമത്തെ ഭാഗത്ത് ഉത്തരഭാഗത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ആർക്കാണോ കത്തയക്കുന്നത് അവരുടെ ആ പ്രദേശത്തിൻ്റെ വർണ്ണനകളും അവരുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഇതായിട്ട് എന്ത് ചെയ്യുന്നു. ആ രീതിയിൽ അങ്ങനെ അനുകരണങ്ങൾ ഒരുപാടുണ്ടായിട്ട് അങ്ങനെ അനുകരണങ്ങൾ കൊണ്ട് ദുഷിച്ചു പോയിട്ടുള്ള ഒരു കാവ്യശാഖയാണ് ശരിക്കും സന്ദേശകാവ്യ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കാം മുണ്ടശ്ശേരി മാഷ്കൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വന്നത്, കാളിദാസ് ഈ മേഘസന്ദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഈ കാളിദാസന്റെ ഒരു ഉൽപ്പതിഷ്ണുത്വം അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെയുള്ള ഒരു പിടിവാശിക്കാരനല്ല കാളിദാസൻ. മാളവികാഗ്നിമിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയാണ്, പുരാണമിത്യേവ ന സാധു സർവം നചാപി കാവ്യം നവമിത്യവദ്യം സന്തപരീക്ഷന്യതരത് ഭജന്തേ മൂഢപരപ്രത്യയ നെയ്യബുദ്ധി. പുരാണമിത്യേവ ന സാധു സർവം, പുരാണമായതുകൊണ്ട് പഴയതായതുകൊണ്ട് എല്ലാം കേമമായിക്കൊള്ളണമെന്നില്ല, ഏറ്റവും സാധുവായിക്കൊള്ളണമെന്നില്ല. പുതിയതായതുകൊണ്ട് എന്താവണമെന്നുമില്ല, നജാപികാവ്യം നവമിത്യ അവദ്യം, പുതിയതാണ് എന്നുള്ളത് കൊണ്ട് അത് പൊട്ടയായിക്കൊള്ളണമെന്നും ഇല്ല. ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ, വിവേകികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, സന്ത പരീക്ഷ അന്യതര ഭജന്തേ, ഇതിൽ നല്ലതേത് ചീത്തയേത് എന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു നല്ല വിവേകികളായിട്ടുള്ള ആൾക്കാർ. മൂഢ പരപ്രത്യ നേയബുദ്ധി, അറിവില്ലാത്തവനാകട്ടെ വല്ലവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് പ്രമാണമാക്കിയിട്ട് നടക്കുകയും ചെയ്യും. നല്ലതും ചീത്തയും വേർതിരിക്കാൻ അറിയാതെ എന്ത് ചെയ്യുന്നു, അജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അതിനെടുക്കും. ഇതായിരിക്കണം നമ്മളൊരു കൃതിയെ സമീപിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ പറയുന്ന കൃതിയെ അപ്പടി അങ്ങോട്ട് എന്ത് ചെയ്യാണ്, അത് പഴയതാണ്, പഴയ കാലം മുതൽ തന്നെയുള്ളതാണ്, കാളിദാസൻ്റെതാണ്, 2000 കൊല്ലം മുമ്പ് വഴക്കുള്ളതാണ് എന്നുള്ളത് കൊണ്ടൊക്കെ അത് കേമമാണ് എന്ന് ധരിക്കുകയല്ല വേണ്ടത്. അത് നന്നായി പഠിച്ച് അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് അതിലും കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുക എന്ന്, അതാണ് ചെയ്യേണ്ടത് എന്ന്. തൻ്റെ മാളവികാഗ്നിമിത്രം എന്ന കൃതിയും എന്താണ്, ആ രീതിയിലാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത് എന്ന് എന്ത് ചെയ്യുന്നു, പ്രേക്ഷകനോട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം യഥാർത്ഥത്തിൽ ഇന്നും വായനക്കാരായിട്ടുള്ള ആൾക്കാർ
ഏറ്റവും തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു സിദ്ധാന്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുക, എല്ലാ പുസ്തകങ്ങളും എന്ത് ചെയ്യുക, കേമമാണ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണല്ലോ വേണ്ടത്. എല്ലാ പുസ്തകങ്ങളിലും എന്തുണ്ടാവും, ചിലത് സ്വീകരിക്കാനുള്ളതുണ്ടാവും, ചിലത് നിരസിക്കാനുള്ളതുണ്ടാവും. അത് കാളിദാസൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു നല്ല കാര്യമാണ്. ഇത് മാളവികാഗ്നിമിത്രത്തിൻ്റെ ഒരു തുടക്കത്തിലുള്ള ഇതാണ്. അവിടെ തന്നെ എന്തായിരിക്കണം തൻ്റെ നാടകം എന്ന്, നാടകത്തെക്കുറിച്ച് കാളിദാസന് ഒരു സങ്കല്പമുണ്ട്. അതും തൻ്റെ ആദ്യ നാടകമായിട്ടുള്ള മാളവികാഗ്നിമിത്രത്തിലാണ് അദ്ദേഹം പറയുന്നത്. നാട്യം ഭിന്നരുചേർജനസ്യ ബഹുധാ വേഗം സമാരാധനം എന്ന് അദ്ദേഹം മാളവികാഗ്നിമിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ നാടകം എന്താണ്, ഭരതൻ്റെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ ത്രൈഗുണ്യോദ്ഭവമത്ര ലോകചരിതം നാനാരസം ദൃശ്യത്തെ, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളോടും ആയിരിക്കണം നാടകം. അങ്ങനെയുള്ള ലോകചരിതമായിരിക്കണം നാടകം എന്നൊക്കെ, ലോകവൃത്തമാണ് നാടകം എന്ന് ഭരതൻ നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അവസ്ഥാനുകൃതിർ നാട്യം എന്ന് പറയുന്നു. ജീവിതാവസ്ഥകളുടെ അനുകരണമാണ് നാട്യം എന്ന് പറയുന്നുണ്ട്. അത് അതേപോലെ തന്നെ അതാണ് തൻ്റെയും നാട്യത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ധർമ്മമായിട്ട് താൻ സ്വീകരിക്കുന്നത് ഇതാണ്. അത് എങ്ങനെയാണ്? നാട്യം ഭിന്നരുചേർജനസ്യ ബഹുധാ വേഗം സമാരാധനം. ജനങ്ങളൊക്കെ എന്താണ്, പല രീതിയിലുള്ള പല രുചികളോടും പല താല്പര്യങ്ങളോടും കൂടിയുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെയുള്ള ഒരു ഉപാധിയാണ് നാടകം. അത് തന്നെയാണ് നാടകത്തെക്കുറിച്ച് ഭരതനും തൻ്റെ നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അതിനകത്ത് അവസ്ഥാനുകൃതി നാട്യമെന്ന് ഭരതൻ പറയുന്നുണ്ടെങ്കിലും അവിടെ അനുകൃതി എന്നുള്ളതിന് നമ്മളുടെ പാശ്ചാത്യ സൈദ്ധാന്തികന്മാരുടെയൊക്കെ അഭിപ്രായത്തിലുള്ളത് പോലെ തന്നെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നാട്യശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള അഭിനവഗുപ്തനാണ് അതിന് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള, അവിടെ ഈ അനുകൃതി എന്നുള്ളതിന് പുനരാവിഷ്കാര ഇത്യർത്ഥ എന്ന് അഭിനവഗുപ്തൻ എന്ത് ചെയ്യുന്നു, അഭിനവ ഭാരതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അല്ലാതെ കേവലമായിട്ടുള്ള അനുകരണമല്ല, ജീവിതാവസ്ഥകളുടെ കേവലമായിട്ടുള്ള അനുകരണമല്ല നാട്യം, അത് ജീവിതാവസ്ഥകളുടെ പുനരാവിഷ്കാരമാണ്. അത് തന്നെയാണ് തൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് ആരും സ്വീകരിക്കുന്നത്, കാളിദാസനും സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നാടകം വിക്രമോർവശീയമാണ്. ഈ വിക്രമോർവശീയത്തിൻ്റെയും അതുപോലെ മാളവികാഗ്നിമിത്രത്തിൻ്റെയും കഥ എന്താണ്, ഇതിവൃത്തം എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞു. വിക്രമോർവശീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഭൂമിയെയും സ്വർഗത്തെയും എന്ത് ചെയ്യുന്നു, ഒന്നിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിലുള്ള രംഗങ്ങളൊക്കെ മിക്കവാറും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. ഭൂമിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, സ്വർഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നാടകമാണ് വിക്രമോർവശീയം. അതിലെ ഉർവശി അപ്സരസാണ്, ഇതിൻ്റെ നായികയായിട്ടുള്ള ഉർവശി അപ്സരസാണ്. രാജാവായിട്ടുള്ള പുരൂരവസാണ് അതിലെ നായകനായിട്ട് വരുന്നത്. അഭിജ്ഞാന ശാകുന്തളമാണ് കാളിദാസൻ്റെ നാടകരചനകളിൽ എല്ലാ ഗുണങ്ങളും നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാടകകർത്തൃത്വത്തിൻ്റെ ഒരു പരിപക്വമായിട്ടുള്ള അവസ്ഥ നമുക്ക് അഭിജ്ഞാന ശാകുന്തളത്തിൽ കാണാൻ കഴിയും. മഹാഭാരതത്തിൽ നിന്നാണ് അതിൻ്റെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത്. വളരെ ശുഷ്കമായിട്ടുള്ളൊരു ഇതിവൃത്തമാണ് മഹാഭാരതത്തിൽ ഈ പറഞ്ഞ അഭിജ്ഞാനമില്ല, ദുർവാസാവിൻ്റെ ശാപവുമില്ല, ഒന്നുമില്ല. ഒരു ശകുന്തളോപാഖ്യാനം ഉണ്ട്. ആ ശകുന്തളോപാഖ്യാനത്തിൽ എന്ത് ചെയ്യുന്നു, രാജാവ് ശകുന്തളയെ കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും അവർ എന്ത് ചെയ്യുന്നു, വിവാഹം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടി വളരുന്നത് കുട്ടി ജനിക്കുന്നതും വളരുന്നതുമൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരുടെ ആശ്രമത്തിൽ തന്നെ, കണ്ണൻ്റെ ആശ്രമത്തിൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ രാജാവ് അത് നിഷേധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജാവ് അങ്ങനെയുള്ളൊരു വിവാഹത്തെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അശരീരിയിലൂടെ എന്ത് ചെയ്യുന്നു,
ആ ഇതിവൃത്തത്തെ എന്ത് ചെയ്യും, അല്ല ആ സംഭവത്തെ അദ്ദേഹം സ്വീകരിക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, ശകുന്തളയെയും മകനെയും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് വേറെ ഒരു തരത്തിലുള്ള നാടകീയമായിട്ട് ഇതോ ആസ്വാദ്യമായിട്ട് ഇതൊന്നുമില്ല, വെറും ഒരു ഉപാഖ്യാനം എന്നുള്ള രീതിയിൽ മാത്രമാണത് അവതരിപ്പിക്കപ്പെട്ടത്. ആ ഇതിവൃത്തത്തെ എടുത്തിട്ടാണ് ഒരു വിശ്വോത്തര നാടകമാക്കിയിട്ട് കാളിദാസൻ മാറ്റിയത് എന്നുള്ളതാണ് കാളിദാസൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയാവുന്ന സംഭാവന. ഇതിനകത്ത് കാളിദാസൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിനകത്ത് അഭിജ്ഞാനം എന്നുള്ള ഒരു 1-ാം അംഗം മുതൽ 7-ാം അംഗം വരെ ഒരു കഥാപാത്രം എന്നതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘടകമാണ് അതിൽ അഭിജ്ഞാനം. കാരണം ദുഷ്യന്തനെ ദുഷ്യന്തനാണെന്ന് അനസൂയയും പ്രിയംവദയും തിരിച്ചറിയുന്നത് ആദ്യ രംഗത്ത് തന്നെ അവർ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലണിഞ്ഞ മോതിരത്തിൽ കൊത്തിയ പേര് കണ്ട് അവരത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് കാളിദാസൻ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ അംഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോതിരത്തിൻ്റെ ഒരു പ്രാധാന്യം. 3-ാം അംഗത്തിൽ എന്ത് ചെയ്യുന്നു, ബിരുദമുള്ള ഗാന്ധർവ വിവാഹം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 3 ദിവസം ഞാൻ അധികം താമസിക്കാതെ തന്നെ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, നിന്നെ പട്ടമഹിഷിയായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വരും. ഞാൻ വരുന്നല്ല പറയുന്നത്, ആൾക്കാരെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്, അതുവരെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തൻ്റെ മോതിരമെടുത്ത് അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യുന്നു, ഇതിൽ കൊത്തിയിട്ടുള്ള പേര് വായിച്ച് തീരുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ അക്ഷരം എന്നുള്ള രീതിയിൽ വായിച്ച് തീരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവിടുന്ന് ആൾക്കാർ വരും, തിരിച്ച് എന്ത് ചെയ്യും, കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശകുന്തള ചെയ്യുന്നത്. അവിടെയാണ് 4-ാം അംഗം തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആരുടെ ശാപമാണ്, ദുർവാസാവിൻ്റെ ശാപമാണ്. അപ്പോൾ അങ്ങനെ ദുർവാസാവ് ഈ ശകുന്തള ഇങ്ങനെ ദുഷ്യന്തനെ തന്നെ ഓർത്ത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ആരെയും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവൾ അറിയുന്നില്ല, ഒന്നും അറിയാത്തൊരു ലോകത്തിൽ അങ്ങനെ അത് വിപ്രലംബ ശൃംഗാരത്തിൻ്റെ ഒരു പരമകാഷ്ഠയിലേക്ക് ശകുന്തള എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് സംഭോഗ ശൃംഗാരവും വിപ്രലംബ ശൃംഗാരവും വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സന്നിവേശിപ്പിക്കുവാൻ കാളിദാസന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ മറ്റൊരു സവിശേഷത. ശൃംഗാരത്തിൻ്റെ വകഭേദങ്ങളായിട്ടുള്ള ഈ വിപ്രലംബ ശൃംഗാരമാണ് ഏറ്റവും കൂടുതൽ ആസ്വാദ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. സംഭോഗ ശൃംഗാരം ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് രംഗത്ത് അങ്ങനെ അവതരിപ്പിക്കാറില്ല. അത് രംഗത്ത് അവതരിപ്പിക്കുന്നതിൽ പലതരത്തിലുള്ള വിലക്കുകളും നാട്യശാസ്ത്രകാരൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇത് ചെയ്യാറില്ല. അത് ഏറ്റവും അങ്ങനെ നമുക്ക് ആസ്വാദ്യമായി തീരുകയും ഇല്ല. പക്ഷെ എന്നാലും അതെന്ത് ചെയ്യുന്നു, വിഭാവങ്ങളിലൂടെയൊക്കെ ആ സംഭവ ശൃംഗാരം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ 3-ാം അംഗം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ മുഖമുന്നമിതം എന്ന ചുംബിതം എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംഭവ ശൃംഗാരം അവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുന്നു, ദുഷ്യന്തൻ ശകുന്തളയുടെ മുഖം ഇങ്ങനെ ഉയർത്തിയിട്ട് ചുംബിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൂ. പക്ഷെ അവിടെ കാളിദാസൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് അവസാനിപ്പിച്ചു, മുഖമുന്നമിതം എന്ന ചുംബിതം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ലൊരു വായനക്കാരന്, നല്ലൊരു പ്രേക്ഷകന്, നല്ലൊരു സഹൃദയന് എന്ത് ചെയ്യാം, അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭാവവും അവരുടെ ആ ഭാവം എത്രത്തോളം എന്ത് ചെയ്തിരുന്നു, ഉത്കടമായിരുന്നു, അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന തുടർന്നുള്ള ഇതൊക്കെ അവർക്ക് അവരുടെ ഭാവനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അറിയുന്നത് ഗാന്ധർവ രീതിയിലുള്ള വിവാഹം, ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുവെന്നും അവരുടെ ഈ മോതിരം നൽകിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം പോയി എന്നും അത് എന്ത് ചെയ്യുന്നു, ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു, അല്ല ഇയാള് ദുർവാസാവ് വന്നപ്പോൾ ദുർവാസാവിനെ സ്വീകരിച്ചില്ല, ദുർവാസാവിനെ ഇവിടെ മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ദുർവാസാവ് ഇവിടെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടുകൊണ്ടാണ് തോഴിമാർ വരുന്നത്. അയ്യോ അബദ്ധം പറ്റി എന്നുള്ളത് അവർ ചെന്ന് എന്ത് ചെയ്യുന്നു,
അദ്ദേഹത്തെ പല രീതിയിലും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശാപങ്ങൾക്കൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞ ശാപങ്ങൾക്കൊക്കെ ഉള്ളൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ശാപത്തിനൊരു ശാപമോചനം ഉണ്ടാവും. ശാപമോക്ഷവും ഈ ശപിക്കുന്ന ആള് തന്നെ നിർദ്ദേശിക്കും. അപ്പം എൻ്റെ വാക്കുകൾ എന്താവില്ല, ഞാൻ പറഞ്ഞത് ഒരു തരത്തിലും മാറില്ല, അത് അതേപോലെ തന്നെ സംഭവിക്കും. നീ ആരെയാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്നാണ് ശപിക്കുന്നത്. അപ്പോൾ ദുഷ്യന്തനും അറിയുന്നില്ല ശാപത്തിന്റെ കാര്യം, ശകുന്തളയും അറിയുന്നില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനസൂയയും പ്രിയമതയും മാത്രമേ ഈ കാര്യം അറിയുന്നുള്ളൂ. അപ്പോൾ അവർ ചെന്ന് എന്ത് ചെയ്യുന്നു, പലതരത്തിലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവസാനം അദ്ദേഹം ഒരു അഭിജ്ഞാന ദർശനത്തോടുകൂടി എന്താവും, ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരും. ആ സമയത്ത് അദ്ദേഹം ഇവിടെ സ്വീകരിക്കും എന്നുള്ളത്. ഇതാണ് അതിൽ കാളിദാസൻ കൂട്ടിച്ചേർത്തുള്ള ഒരിത്. അതിൻ്റെ ഈ അഭിജ്ഞാനത്തിൻ്റെയും ഈ ദുർവാസാവിൻ്റെ ശാപത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ കഥ ഇത്രയും മനോഹരമായിട്ട്, ഈ ഇതിവൃത്തം ഇത്രയും മനോഹരമായിട്ട് 7 അംഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നത്, വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നത്, കാളിദാസന് പ്രതിപാദിക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും ആസ്വാദ്യമായ രീതിയിൽ തന്നെ ചെയ്യാൻ അതിനുള്ള കാരണം കാളിദാസന്റെ ആ ഒരു കവിത്വ സിദ്ധി തന്നെയാണ്, കാവ്യപ്രതിഭ തന്നെയാണ് അതിനുള്ള കാരണമായിട്ട് വരുന്നത്. കാരണം 4-ാം അംഗത്തിലാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. 4-ാം അംഗത്തെക്കുറിച്ചുള്ള പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ശാകുന്തളയെ കാവ്യേഷു നാടകം രമ്യം തത്ര രമ്യം ശകുന്തള, തത്ര രമ്യ ശകുന്തള ശാകുന്തളയെ ചതുർത്ഥോംഗസ്തത്ര ശ്ലോക ചതുഷ്ടയം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. നാടകങ്ങൾ കാവ്യത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കേമം നാടകം, നാടകങ്ങളുടെ കൂട്ടത്തിൽ ശാകുന്തളം, ശാകുന്തളത്തിൽ തന്നെ 4-ാം അംഗം, 4-ാം അംഗത്തിൽ തന്നെ 4 ശ്ലോകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ ആ 4 ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാൻ, ആ 4-ാം അംഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഏത് രീതിയിലാണ് എത്രമാത്രം ഇഴചേർന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. കാരണം കാളിദാസൻ എപ്പോഴും പ്രകൃതിയോട് ഒരു പ്രകൃതി ഗായകനാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ വർണ്ണിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഒക്കെ കാളിദാസനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തികൾ. പക്ഷേ അത് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ശാകുന്തളത്തിലെ 4-ാം അംഗത്തിൽ അങ്ങനെ പ്രകൃതി അത്രമാത്രം പ്രകൃതിയുമായി ഇഴുകി ചേർന്നിട്ടൊരു ജീവിതമായിരുന്നു കാളിദാസൻ തൻ്റെ മനസ്സിൽ കണ്ടിരുന്നത്. അത് നമ്മളിപ്പോൾ പല കവികളെയും കഴിഞ്ഞാൽ പരിസ്ഥിതിയുടെ ഉപാസകരായിട്ടും പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കവികളായിട്ടൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാളിദാസനായിരിക്കും ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതിയെ ഇത്രമാത്രം ഉപാസിച്ചിട്ടുള്ള മറ്റൊരു കവി വേറെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും ഭംഗിയായിട്ട്, പ്രത്യേകിച്ചും 4-ാം അംഗത്തിൽ. 5-ാം അംഗത്തിൽ ഈ പരിസ്ഥിതിയായിട്ടുള്ള ഇത് പറഞ്ഞപ്പോഴാണ് ഇവര് രാജകൊട്ടാരത്തിലേക്ക് ഗൗതമിയും ശാർക്കരവനും ശാരദ്വതനും ഇവരെല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ, കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ഒരു ചൂളക്കകത്തേക്ക് പ്രവേശിച്ചതുപോലെയുണ്ട്. കാരണം അവർ ഈ ആശ്രമത്തിൽ ജീവിച്ച് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് അങ്ങനെ ജീവിച്ചാൽ അവർക്ക് എന്ത് അങ്ങനെ അവർക്ക് തോന്നുന്നത് അവരൊരു അഗ്നിയാധാരത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്നാണ്. നാഗരിക ജീവിതവും ഗ്രാമ്യ ജീവിതവും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് ഒറ്റൊരു വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു വാചകത്തിലൂടെ കാളിദാസൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നഗരം എത്രമാത്രം തീക്ഷ്ണമാണ് നഗരത്തിലെ ജീവിതം, അത് ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം സുഖപ്രദമാണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അന്ന് കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാളിദാസൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ആകെ കൂടി അവർക്കൊരു വീർപ്പുമുട്ടലാണ് ഈ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ. ഇത് 4-ാം അംഗത്തിൽ പ്രകൃതിയുടെ വർണ്ണനയും, ഇത് കണ്ണന് അവിടെ എത്തിച്ചേരുന്നു. കണ്ണൻ
അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ എന്ത് ചെയ്യുന്നു, ശകുന്തളയുടെ ഗാന്ധർവ വിവാഹത്തെക്കുറിച്ച് അറിയുന്നു. കണ്ണൻ എത്രമാത്രം പുരോഗമനവാദിയായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ലൗകികനായിരുന്നു എന്ന്. കണ്ണനെ നമ്മളൊരു വലിയ മഹാ ഋഷിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത്, അത് ഒരു തരത്തിലും ശകുന്തളയെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ ഇന്നിപ്പോൾ ഇതുപോലെ മകള് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് വിവാഹത്തിലേക്ക് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പുരോഗതിയൊക്കെ നേടിയിട്ടുള്ള ഈ കാലത്ത് പോലും ആദ്യം നമ്മൾ എന്തായാലും ആ കുട്ടിയൊന്ന് വഴക്ക് പറയുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇത് ചെയ്യുക. നമുക്ക് ഇത് അറിയാം, കാളിദാസന്റെ തന്നെ പിന്നെ കുമാര സംഭവത്തില് പാർവതിയെ ആദ്യം എന്ത് ചെയ്യുന്നു, തടയുകയാണ് ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനത്തെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്, ശിവനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടി പാർവതി തപസ്സിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, മേന തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാർവതിയെ തടയുന്നുണ്ട്. അങ്ങനെയാണ് പാർവതിക്ക് എന്താണ് ഉമ എന്നുള്ള പേര് വന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു. ഇതിൽ നമ്മൾ സാഹിത്യം പഠിക്കുമ്പോഴിങ്ങനെ പഠിക്കും. അരുത് എന്നുള്ള അർത്ഥത്തിൽ ആണ് എന്ത് ചെയ്യുന്നത് അമ്മ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയാണ് അവൾ എന്ത് ചെയ്യുന്നത്, ആ തപസ്സിന് പോകുന്നതും അങ്ങനെ ശിവനെ ഭർത്താവായിട്ട്. അപ്പം പെൺകുട്ടികൾക്ക് എപ്പോഴും കുറേ അരുതായ്മകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ച് കൊടുക്കുന്നത്. എന്നാൽ കണ്ണൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാണുന്നത്. കണ്ണന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും എന്ത് ചെയ്തില്ല, ശകുന്തളയെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായില്ല. അദ്ദേഹം അത് മനസ്സുകൊണ്ട് അങ്ങ് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കാര്യം പറയുന്നുണ്ട്, നാട്ടുമര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടി ഭർതൃഗൃഹത്തിലാണ് താമസിക്കേണ്ടത്, അല്ലാതെ സ്വന്തം വീട്ടിലല്ല. സ്വന്തം വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റുള്ളവർ പലതരത്തിലുള്ള ദോഷങ്ങളും കുറ്റങ്ങളും ഒക്കെ പറയാനിട വരും. അതുകൊണ്ട് ഭർതൃഗൃഹത്തിലേക്ക് ഇവിടെ പറഞ്ഞേക്കണം. അത് ഗൗതമിയോടും ചോദിക്കുന്നു. ഗൗതമിയും അതിന് അനുകൂലമായിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശകുന്തളയെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ മകളെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കുമ്പോൾ എന്തായാലും നല്ല നിലയിൽ പറഞ്ഞേക്കണമെന്ന് അന്നും ഇന്നും ഒക്കെ ഇത് ചെയ്യുന്നു. അപ്പോൾ ആശ്രമത്തിൽ ജീവിച്ച ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് അങ്ങനെയുള്ള പട്ടുവസ്ത്രങ്ങളോ ഇതൊന്നുമില്ല. പക്ഷേ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു, ശകുന്തളയ്ക്ക് വേണ്ടതായ പട്ടുടയാടകളും അതുപോലെ അലങ്കാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രകൃതി തന്നെ നൽകുന്നതായിട്ടാണ് അതിൽ നമുക്ക് കാണുന്നത്. അത്രമാത്രം പ്രകൃതി എന്ത് ചെയ്യുന്നു, പ്രകൃതിയുമായിട്ട് ഇഴുകി ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു അന്നത്തെ ആ സമൂഹം എന്ന്. ഏതായാലും അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ അതിലുള്ള ചില ഒരു 4 ശ്ലോകങ്ങൾ പറയുന്നു. അതിനകത്ത് ഒരു ശ്ലോകത്തിൽ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ഇവരെ ഇഴുകി ജീവിച്ചിരുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്ന രീതിയിലാണ് കണ്ണൻ പറയുന്നത്. പാതുന്ന പ്രഥമം യവസ്യതി ജലം യുഷ്മാസ്വപീതേഷു നാദത്തെ പ്രിയമണ്ഡനാഭിഭവതാം സ്നേഹേനയാ പല്ലവം ആദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യാഭവത്യുത്സവം ഉത്സവ സേയം യാതി ശകുന്തള പതിഗൃഹം സർവൈരനുജ്ഞായതാം. പ്രകൃതിയിലുള്ള എല്ലാവരോടും ശകുന്തള ഇത് യാത്രയാവുകയാണ്. അപ്പം ചുറ്റുപാടുള്ളതായിരിക്കുന്ന വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ഒക്കെ എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഇവൾ എങ്ങനെയുള്ളവളാണ്, പാതുന്ന പ്രഥമം യവസ്യതി ജലം യുഷ്മാസ്വപീതേഷു. യാതൊരുവളാണോ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഒരിക്കൽ പോലും സ്വയം വെള്ളം കുടിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ശകുന്തള വെള്ളം കുടിക്കണമെങ്കിൽ, ശകുന്തള ഭക്ഷണം കഴിക്കണമെങ്കിൽ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന പക്ഷിമൃഗാദികൾക്കും അതുപോലെ അവിടെയുള്ളതായിരിക്കുന്ന വൃക്ഷലതാദികൾക്കും ഒക്കെ വെള്ളം കൊടുത്ത് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ശകുന്തള എന്ത് ചെയ്യുള്ളൂ,
തൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ശകുന്തള ഇതാ പതിഗൃഹത്തിലേക്ക് യാത്രയാവുകയാണ്. നാദത്തെ പ്രിയമണ്ഡനാപി ഭവതാം സ്നേഹേന യാ പല്ലവം. നമ്മളൊരു റോസാച്ചെടിയോ അങ്ങനെയുള്ളതൊക്കെ വീട്ടിലൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിലൊരു പൂവുണ്ടായാൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് അവിടെയല്ല വേണ്ടത്. അത് വേണ്ടത് എവിടെയാണ്? അത് തൻ്റെ മുടിയിലണിയാനാണ് അതിന് ഏറ്റവും നല്ല സ്ഥലം എന്ന് തോന്നും. അങ്ങനെ അതെന്ത് ചെയ്യും? അത് തീർത്തെടുത്ത്. പക്ഷേ ശകുന്തള ഒരിക്കൽ പോലും പ്രിയമണ്ഡനയാണ്, അലങ്കാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവളാണ്, ഇഷ്ടപ്പെടാത്തവളൊന്നും അല്ല ശകുന്തള. എന്നാലും എന്ത് ചെയ്തില്ല? സ്നേഹേനയാ പല്ലവം ന ആദത്തെ, ഇതിലുള്ളൊരു തളിരോ ഒരു പൂവോ അതൊരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? നുള്ളിയെടുത്തിട്ടില്ല. അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട്, അത്രമാത്രം ഈ താൻ നട്ടുവളർത്തുന്ന ചെടികളെ സ്നേഹിച്ചവളാണ് ശകുന്തള. അങ്ങനെയുള്ള ശകുന്തള ഇതാ യാത്രയാവും. ആദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യാഭവത്യുത്സവ. ഈ നട്ടുവളർത്തിയ ചെടികളിൽ ഏതെങ്കിലും ഒന്നിലൊരു പൂ വിരിയുമ്പോൾ അപ്പോഴത് ശൗന്ദര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവമാണ്. അത്രമാത്രം അത് ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നവളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃക്ഷലതാദികളിലൊക്കെയുള്ള പൂക്കളും അതുപോലെ അത് തളിർക്കലുമൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഉത്സവമായിട്ട് കണ്ടിട്ടുള്ളവളാണ്. അങ്ങനെയുള്ള ആ ശകുന്തള ഇതാ പതിഗൃഹത്തിലേക്ക് യാത്രയാവുകയാണ് എന്ന്. ഇത് കണ്ണൻ പറയുന്നത് ആരോടാണ്? പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടുമാണ്. അങ്ങനെ അത്രമാത്രം അവരുമായിട്ട് ഇഴുകിച്ചേർന്ന് അതാണ് എങ്ങനെയാണ് പ്രകൃതിയുമായിട്ടുള്ള അന്നത്തെ ജനങ്ങളുടെ അന്നത്തെ ജീവിതം എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊരു ശ്ലോകം, 4 ശ്ലോകങ്ങളിലൊന്ന്, യാസ്യത്യദ്യ ശകുന്തളേതി ഹൃദയം സംസ്പൃഷ്ട ഉത്കണ്ഠയ. ഇത് ശകുന്തള പൂവാണ്. അപ്പം എൻ്റെ കണ്ഠമിടറുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലൊക്കെ എന്തൊക്കെയോ ഒരു പിരികിരിപ്പ് ഇതൊക്കെ തോന്നുന്നുണ്ട്. അത് ശകുന്തള പൂവാണ് എന്നുള്ളത് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഉത്കണ്ഠ നിറയുന്നു. കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി കലുഷശ്ചിന്താജടം ദർശനം. എൻ്റെ കണ്ഠത്തിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, കണ്ഠമിടറുന്നു, അവിടെയൊക്കെ തടഞ്ഞു നിർത്തപ്പെടുകയാണ്. അതുപോലെ ബാഷ്പവൃത്തി പോലും പറഞ്ഞാൽ കണ്ണീരിങ്ങനെ കരയാൻ തോന്നുന്നുണ്ട്. കണ്ണുനീരിങ്ങനെ എന്ത് ചെയ്യുന്നു? അത് കണ്ഠത്തിൽ വരെ എത്തിയിട്ട് പോലും തടഞ്ഞു നിർത്തപ്പെടുന്നു. അതുപോലെ ചിന്താജടം ദർശനം, നോട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എപ്പോഴും ചിന്ത കൊണ്ട് ജഡമായിത്തീരുന്നു. അവളെക്കുറിച്ചുള്ള അവളുടെ കഴിഞ്ഞ കാലത്ത് അവളോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇതായിട്ട് തീരുകയാണ് എൻ്റെ മനസ്സ്. വൈക്ലവ്യം മമതാവതീദൃശം. ഇത്തരത്തിലാണ് ഒരു അലൗകികനായിട്ടുള്ള ഒരു ഋഷിയായിട്ടുള്ള ഒരു മഹാമുനിയായിട്ടുള്ള എൻ്റെ മനസ്സിൽ തൻ്റെ വളർത്തുമകളുടെ വേർപാട് ഇത്രമാത്രം ദുഃഖം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രമാത്രം വേവലാതി എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ലൗകികന്മാരായിട്ടുള്ള ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കാം എന്നാണ്. പീഠ്യന്തേ ഗൃഹിണ കഥം ന തനയാ വിശ്ലേഷ ദുഃഖേർ നവൈ. ഇങ്ങനെ തങ്ങളുടെ പെൺകുട്ടികൾ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് പതിഗൃഹത്തിലേക്ക് യാത്രയക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ, ലൗകികന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചിന്ത എത്രത്തോളം ഇതായിരിക്കും, അവരുടെ മനസ്സ് എത്രത്തോളം വേവലാതിപ്പെടുന്നുണ്ടാവും. അരണ്യവുകസനായിട്ടുള്ള കാട്ടിൽ വസിക്കുന്ന കാട്ടുവാസിയായിട്ടുള്ള എൻ്റെ മനസ്സ് പോലും ഇങ്ങനെ ഇടറിപ്പോകുന്നു. അപ്പോഴെന്തായിരിക്കും മറ്റുള്ളവരുടെ സ്ഥിതി എന്നാണ്. പിന്നെ ശകുന്തളയോടുള്ള ഉപദേശമാണ്. അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ ഉച്ചൈകുലം ചാത്മന ത്വയ്യസ്യാം കഥമപ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ച താം സാമാന്യപ്രതിപത്തിപൂർവകമിയം ദാരേഷു ദൃശ്യാ ത്വയാ ആജ്ഞായത്തമതഃപരം നഖലു തദ്വാച്യം വധൂ ബന്ധുഭി. ശകുന്തളയോടും ദുഷ്യന്തനോടും കൂടിയുള്ളൊരിതാണ്. എന്ന് പറഞ്ഞാൽ അസ്മാൻ സാധു വിചിന്യ, ഞങ്ങളൊക്കെ സജ്ജനങ്ങളാണ്, സാധു പ്രവർത്തിച്ചില്ലെങ്കിൽ നിരന്തരമരുണ്ടെന്ന അങ്ങനെയുള്ള ഞങ്ങളെ മനസ്സിലാക്കിയിട്ട്, അതും
സംയമധനാൻ. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മനോനിയന്ത്രണങ്ങളും എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ നിഗ്രഹങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് ശീലിച്ചിട്ടുള്ളവരാണ്. അതുപോലെ ഞങ്ങളുടെ കുലം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഞങ്ങളുടെ ആ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുക. ത്വയ്യസ്യാം കഥമപ്യബാന്ധവകൃതാം, ദുഷ്യന്തനോടാണ് പറയുന്നത്. ത്വയ്യസ്യാം കഥമപ്യബാന്ധവകൃതാം, ബന്ധുക്കളുടെ ഒന്നും അനുമതിയില്ലാതെ, ബന്ധുക്കളോടൊന്നും ആലോചിക്കാതെ ഇവളിൽ നീ ഒരു ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ സ്നേഹപ്രവൃത്തിച്ച അതും മനസ്സിലൊന്ന് ഓർക്കുക. ആരോടും ആലോചിക്കാതെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചിട്ട് ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിയെയും നല്ലവണ്ണം ആലോചിച്ച് സാമാന്യ പ്രതിപത്തിപൂർവകമിയം ദാരേഷു ദൃശ്യാത്വയ. ഇവിടെ കൊട്ടാരത്തിൽ അനേകം ഭാര്യമാരുണ്ടാവും. അന്തഃപുരത്തിൽ ഈ അനേകം ഭാര്യമാരിൽ കൂട്ടത്തിൽ ഒരുപാടായിട്ട് ഇവളെ പരിഗണിക്കണം. ഇവർക്കൊരു പ്രത്യേക സ്ഥാനം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. സാമാന്യ പ്രതിപത്തിപൂർവകം എല്ലാവർക്കും കൊടുക്കുന്ന പരിഗണന ആർക്കും കിട്ടണം, ഇവൾക്കും കൊടുക്കണമേ എന്നാണ് എൻ്റെ ആ രീതിയിലൂടെ നോക്കിക്കാണണം. ഭാഗ്യായത്ത മതപരം. അതിനുശേഷം ഒരുപക്ഷെ ഇവിടെ പട്ടമഹിഷിയാവാം, അല്ലെ അതിലും വലിയ അതൊക്കെ അവളുടെ വിധി അനുസരിച്ച്, അവളുടെ ഭാഗ്യമനുസരിച്ച്. നഖലു തദ്വാച്യം വധൂ ബന്ധുവി. അത് അവൾക്ക് ഇന്ന സ്ഥാനം കൊടുക്കണം, അവളെ ഇന്ന രീതിയിൽ പരിഗണിക്കണം എന്നുള്ളത് പറയേണ്ടത് ആരല്ല? വധൂ ബന്ധുക്കളല്ല, അല്ലെ വധുവിൻ്റെ മാതാപിതാക്കളല്ല. എൻ്റെ മകളെ ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ നോക്കണം, ഇന്ന രീതിയിലായിരിക്കണം അവൾക്ക് അവിടെ പരിഗണന കിട്ടേണ്ടത് എന്ന്. ഇവിടെ കണ്ണന് എന്ത് ചെയ്യുന്നു? സാധാരണക്കാരനായിട്ടുള്ള ഒരു പിതാവായിട്ട്. കണ്ണൻ്റെ ഒരു സവിശേഷത എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ണൻ ശകുന്തളയ്ക്ക് അച്ഛൻ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാമാണ്. ആ സ്ഥാനത്ത് നിന്നാണ്, ആ രണ്ട് സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് മകളോട് പറയാണ്, ശുശ്രൂഷസ്വ ഗുരൂൻ പ്രിയസഖീ വൃത്തിം സപത്നീജനേ ഭർത്തുർവിപ്രകൃതാഭിരോഷണതയാ മാസ്മപ്രതീപംഗമ ഭൂയിഷ്ഠം ഭൂയിഷ്ഠം ഭവ ദക്ഷിണാപരിജനേ ഭാഗ്യേഷു അനുസ്വേകിനി. ഭൂയിഷ്ഠം ഭവ ദക്ഷിണാ പരിജനേ ഭാഗ്യേഷു അനുസ്വേകിനി. യാന്ത്യേവം ഗൃഹിണീപദം യുവതയോ വാമാകുലസ്യാധയ. അവിടെ ചെന്നു കഴിഞ്ഞാൽ മുതിർന്നവരായിട്ടുള്ള എല്ലാവരെയും നന്നായിട്ട് ശുശ്രൂഷിക്കുക. ചിലപ്പോൾ അവർ സപത്നികളായിട്ടുണ്ടാവും, അവരും നിന്നേക്കാൾ മുതിർന്ന ഭാര്യമാരുണ്ടാവും. അപ്പോൾ രാജാവിൻ്റെ പത്നിമാരുണ്ടാവും, അവരെയൊക്കെ എന്ത് ചെയ്യുക? ശുശ്രൂഷിക്കുക. പ്രിയസഖീ വൃത്തിയും സപത്നീ ജനെ. അതുപോലെ സപത്നികളിലൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ നല്ല സൗഹൃദത്തോടു കൂടി തന്നെ പെരുമാറുക, അവരെയൊക്കെ സുഹൃത്തുക്കളായിട്ട്. ഭർത്തുർ വിപ്രകൃതാവി. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അതിനകത്ത് എന്തുണ്ടാവും? കല്ലും മുള്ളും ഏറ്റുവിറക്കും എല്ലാം ഉണ്ടാവും. അപ്പം അതിനകത്ത് എന്ത് ചെയ്യുക? ഭർത്തുർ വിപ്രകൃതാവി. ഭർത്താവ് ചിലപ്പോഴും നിന്നോട് പിണങ്ങിയിരിക്കും, നിന്നോട് പരിഭവിക്കും. അങ്ങനെയൊക്കെ ഇതാണെങ്കിൽ പോലും രോഷണതയാ ഭർത്തുർ വിപ്രകൃതാവി. എന്തെങ്കിലും കാര്യം കൊണ്ട് അല്ലെ എന്തെങ്കിലും കാരണത്താൽ ദേഷ്യം പിടിച്ച് അദ്ദേഹം നിന്നെ വഴക്ക് പറയുകയോ ഇതൊക്കെ ചെയ്താലും മാസ്മപ്രതീപംഗമ. ഒരിക്കലും എന്ത് ചെയ്യരുത്? അദ്ദേഹത്തിന് എതിരായിട്ടൊന്നും പറയരുത്. മാസ്മപ്രതീപംഗമ ഭൂയിഷ്ഠം ഭവ ദക്ഷിണ. അവിടെയുള്ളതായിരിക്കുന്ന പരിജനങ്ങളോടൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക? വളരെ ദാക്ഷിണ്യത്തോടു കൂടിയോളായിട്ട് പ്രവർത്തിക്കുക. കൊട്ടാരമാണ്, അവിടെ ഒരുപാട് ആൾക്കാരാണ്. ഭൂയിഷ്ഠം ഭവ ദക്ഷിണ പരിജനേ ഭാഗ്യേഷു അനുസേകിനി. തനിക്ക് കൈവന്നു ചേർന്നിട്ടുള്ള, കാരണം ഇവിടെ ആശ്രമത്തിൽ ജീവിച്ചവളാണ്, ഒട്ടും പ്രൗഢിയില്ലാത്ത ഒരു ജീവിതമായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമ്പത്തും ഒരുപാട് പ്രൗഢിയും ഇതൊക്കെ വരുമ്പോൾ അതിൽ അഹങ്കരിക്കാതെ എന്ത് ചെയ്യുക? തൻ്റെ ചുറ്റുപാടുമുള്ളതായ പരിജനങ്ങളോടും എല്ലാവരോടും വളരെ അനുഭാവപൂർവം അവരെയൊക്കെ നോക്കിക്കാണുക. യാന്ത്യേവം ഗൃഹിണീപദം യുവതയോ. ഇങ്ങനെയാണ് യുവതികൾ ഗൃഹിണികളായിത്തീരുന്നത്, ഗൃഹസ്ഥകളായിത്തീരുന്നത്, വീട്ടമ്മമാരായിട്ട് മാറുന്നത് ഈ രീതിയിൽ പെരുമാറിക്കൊണ്ടാണ്.
അങ്ങനെ എന്ത് ചെയ്യണം? ആ രീതിയിൽ ഗൃഹിണിയായിട്ട് മാറുക. വാമ കുലസ്യാധയ, ഇതിന് വിപരീതമായിട്ടുള്ളവർ, ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, ഇതല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്നവർ, അവരെന്നും ആ കുടുംബത്തിന് എന്നും ഒരു ആധിയായിരിക്കും, എന്നും ഒരു ദുഃഖമായിരിക്കും, എന്നും ഒരു ശാപമായിരിക്കും. അങ്ങനെയുള്ളൊരിത് നീ ഒരിക്കലും അങ്ങനെ ആയിത്തീരരുത് എന്ന് അവളെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തനിക്ക് ചുറ്റുപാടുമുള്ള അവിടെ തിരിഞ്ഞു പോകുന്ന വീടിൻ്റെ അന്തരീക്ഷത്തെ, തന്നെക്കുറിച്ച്, അവിടെ വളർത്തി വലുതാക്കിയ തന്നെക്കുറിച്ച്, തൻ്റെ അവസ്ഥയെക്കുറിച്ച്, രാജാവ് എങ്ങനെയാണ് അവളോട് പെരുമാറണമെന്ന് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ശകുന്തള എങ്ങനെയാണ് അവിടെ ഭർതൃഗൃഹത്തിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു? കണ്വൻ 4 ശ്ലോകം, ഇത് മുഴുവൻ എന്ത് ചെയ്യുന്നു? ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ പ്രകൃതിക്ക് അനുഗുണമായ രീതിയിൽ ആണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം, കാളിദാസൻ തന്നെ പറയുന്നു, കണ്ണിനെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്, അർത്ഥോഹികന്യ പരകീയേവ താമദ്യ സംപ്രേഷ്യ പരിഗ്രഹീതു ജാതോമമായം വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസൈവാന്തരാത്മാ. ഒരു കടം അല്ലെങ്കിൽ ഒരു ന്യാസമായിട്ടുള്ള ഒരു പണയ വസ്തു വീട്ടിലിങ്ങനെ കൊണ്ട് നടക്കുന്നത് പോലെ, അത് സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നത് പോലെയാണ് സാധാരണ രീതിയിൽ അച്ഛനമ്മമാർ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുന്നത്. അത് കുട്ടി ജനിച്ചാൽ തന്നെ അത് ആരാനുള്ളതാണ്, നമുക്കുള്ളതല്ല എന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്നുണ്ട്. കുട്ടി ആണോ പെണ്ണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പെണ്ണ് എന്നല്ല പറയുന്നത്, അത് ആരാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മറ്റൊരു ഗൃഹത്തിലേക്ക് പോകേണ്ടതാണ് എന്നുള്ള രീതിയിൽ അതുവരെ കല്യാണം കഴിയുന്നവരെ ഈ കുട്ടികളെ ഒരു പണയ വസ്തുവിനെ പോലെ സൂക്ഷിച്ച് വളർത്തി സംരക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ള ഇതാണ് അന്നും ഇന്നും എന്നുമുള്ള പെൺകുട്ടികളെ കുറിച്ചുള്ള ഒരു സങ്കല്പം. അത് കാളിദാസൻ ഇത് കണ്ണനാണ് പറയുന്നത്. അർത്ഥോഹി കന്യ പരകീയേവ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ സ്വത്താണ്. താമദ്യ സംപ്രേഷ്യ പരിഗ്രഹീതു, ഇന്ന് താവിൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയച്ച് ജാതോ മമായം വിശദപ്രകാമം, എൻ്റെ മനസ്സ് ഇന്ന് വളരെയധികം പ്രസന്നമായിരിക്കുന്നു, നിർമ്മലമായിരിക്കുന്നു. ചെയ്യേണ്ട ഉത്തരവാദിത്വമൊക്കെ ചെയ്ത്, സാധാരണ അങ്ങനെയാണ് പറയുക, ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത്. അതേ രീതിയിൽ അത് കുറേ കാലമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പോലും അത് തന്നെയാണ് നമ്മുടെ സങ്കല്പം. ഇന്നും നമ്മൾ അത് തന്നെ പിന്തുടരുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ആ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അങ്ങനെ 4-ാം അംഗത്തിൽ ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഗൗതമിയുടെയും അതുപോലെ ഇവരുടെ ഒപ്പം ശാർഗരവൻ്റെയും സഹോദരന്മാരുടെ സ്ഥാനത്തു നിന്നാണ് ശാർഗരവനും ശാരദ്വതനും അവരുടെ കൂടെ ശകുന്തളയെ പറഞ്ഞയക്കുന്നു. മറ്റ് 2 കൂട്ടരെയും കൂടെ അയക്കുന്നില്ല. അനസൂയയെയും പ്രിയംവദയെയും കൂടെ അയക്കുന്നില്ല. കാരണം അവരും എന്താണ്, ഇനി അധികം താമസിയാതെ പ്രദേയകളാണ്. അവരെയും ഇതുപോലെ പറഞ്ഞേക്കേണ്ടതാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കൂട്ടത്തിൽ പറഞ്ഞേക്കാൻ പറ്റില്ല എന്നുകൂടി പറയുന്നു. കാരണം അങ്ങനെ പെൺകുട്ടികളെ, പ്രായമായ പെൺകുട്ടികളെ ഇങ്ങനെ വിവാഹം കഴിച്ചു പോകുന്ന അവരുടെ കൂടെ പറഞ്ഞേക്കരുത് എന്നുള്ള, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവരെ പറഞ്ഞേച്ചു. അവിടെ എത്തുമ്പോൾ രാജാവ് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വരുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നത്. ഇവർ വരുന്നു എന്ന് അറിയിച്ചപ്പോൾ തന്നെ രാജാവ് വളരെ, കാരണം ഈ പൗരോഹിത്യ വൃത്തിയെയും ഇതിനെയൊക്കെ എല്ലാ തരത്തിലും അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന അങ്ങനെയുള്ള ഒരു ആദർശ രാജാവായിട്ടാണ് ദുഷ്യന്തനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൗതമിയും ഇവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം രാജാവ് എന്ത് ചെയ്യുന്നു? അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അപ്പം പ്രതികാരിയും ഉണ്ട് കൂടെ. അവർ എന്ത് ചെയ്യുന്നു? ഇവരെ വന്ന് പരിചയപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യുന്നു. അവർ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? വന്നിട്ട് കാര്യങ്ങളൊക്കെ ചാമംഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. ഞങ്ങളിങ്ങനെ താതകണ്ണൻ പറഞ്ഞയച്ചിട്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞയച്ച സന്ദേശം ഇതാണ്. ഇങ്ങനെ
ഞങ്ങളൊന്നും അറിയാതെ ആണെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ പരസ്പര ധാരണയോടുകൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള അതിനെ എന്ത് ചെയ്യുന്നു, അച്ഛൻ അംഗീകരിക്കുകയും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവളെ നിങ്ങളുടെ അടുത്തേക്ക് സമർപ്പിക്കാൻ വേണ്ടി. അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ദുഷ്യന്തൻ്റെ ഭാഗത്തു നിന്നുള്ള. അപ്പം ശകുന്തള ഒരു അവഗുണ്ഠനത്തോടു കൂടിയാണ്, ഒരു മുഖം മറച്ചുകൊണ്ടാണ് ശകുന്തളയെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 3 പേരും എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വിവരം പറഞ്ഞപ്പം അതിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംശയം പ്രകടിപ്പിച്ചപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവളെ എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗൗതമി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുഖംമൂടി ഒന്ന് മാറ്റി ഇത് ചെയ്യുന്നുണ്ട്. മുഖംമൂടി മാറ്റി ശകുന്തളയെ കണ്ടപ്പോൾ ശരിക്കും ദുഷ്യന്തന് ശകുന്തളയോടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു, അത് ശകുന്തളയാണെന്ന് തിരിച്ചറിയുന്നില്ല, പക്ഷേ അതിസുന്ദരിയായിട്ടുള്ളൊരു യുവതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ദുഷ്യന്തന് ഒരു താല്പര്യം ഇതൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ശകുന്തളയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിഹാരി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എന്തായാലും അന്തഃപുരത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. ഒരു രാജാവിന് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് യുവതിയെയും വേണമെങ്കിൽ അന്തഃപുരത്തിൽ തൻ്റെ പത്നിമാരുടെ കൂട്ടത്തിലേക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇവള് പ്രതിപന്ന സത്വയാണ്, ഗർഭിണിയാണ് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വീകരിക്കില്ല, അങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഇവളെ സ്വീകരിക്കില്ല എന്ന്. അങ്ങനെ ഒരു വിവാഹം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. മുഖം നോക്കി കണ്ടിട്ടും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇത് ശരിയായൊരു നടപടിയല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും കൂടി ചെയ്തിട്ടൊരിതാണ്, അതുകൊണ്ട് സ്വീകരിക്കണം എന്നൊക്കെ ശാർഗരവൻ ഇത്തിരി ഒരു എന്താണ് പരുഷമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ദുഷ്യന്തനോ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമൊക്കെ നടക്കുന്ന ഒരു സീനാണ് നമ്മൾ 5-ാം അംഗത്തിൽ കാണുന്നത്. നമുക്ക് ഷേക്സ്പീരിയൻ നാടകങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ സംഘർഷാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാളിദാസന്റെ നാടകങ്ങളിൽ സാധാരണ കാണില്ല. പക്ഷേ ഈ ഒരു രംഗത്ത് മാത്രം, ഈ 5-ാം അംഗത്തിൽ മാത്രം അല്പം പരുഷമായിട്ട് കാളിദാസൻ വളരെ ലളിത കോമള പദാവലികൾ കൊണ്ട് രചന നടത്തുന്ന ആളാണ്. പക്ഷേ അവിടെ ഈ എന്ത് ചെയ്യുന്നു, ആ കാളിദാസൻ പോലും ഒരല്പം പരുഷമായിട്ടുള്ള വാക്കുകളിലൂടെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം കാട്ടുകള്ളൻ എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദസ്യു എന്നുള്ള വാക്കൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് കാളിദാസനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അസഭ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഭാസൻ കുറച്ചുകൂടി ഇതാണ്. ഭാസൻ നാടകീയത സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. ഭാഷ എത്ര തീവ്രമായാലും എത്ര രൂക്ഷമായാലും അതങ്ങനെ തന്നെ പറയണം എന്ന് നിഷ്കർഷിക്കുന്ന ആളാണ് ഭാസൻ. അതുകൊണ്ട് തന്നെ ഭാസൻ ഉച്ഛൃംഖലനായിട്ടുള്ളൊരു കവിയാണ് എന്നുകൂടി സാധാരണ പറയാറുണ്ട്. കാരണം ഭരതൻ്റെ നാട്യശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഇതര നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ പറയുന്ന ആ ഭാഷാപരമായിട്ടുള്ള നിബന്ധനകളും ഇതൊന്നും ആര് പാലിക്കാറില്ല, ഭാസൻ പാലിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഊരുഭംഗത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, കാക കേകര പിങ്കള എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഊരുഭംഗത്തിലല്ല, ദൂതവാക്യത്തിൽ ഇങ്ങനെ കാക കേകര പിങ്കള എന്നൊക്കെയുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ ബിരുദമുള്ള തർക്കം മൂത്തപ്പോൾ ഇടാ പട്ടിയെ പൂച്ച നായ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ രീതിയിൽ നമ്മളൊക്കെ നായും കൂയും കൂട്ടിയിട്ട് വിളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഭാഷയിൽ, അതുപോലുള്ള ഭാഷ ആരുപയോഗിക്കുന്നുണ്ട്, ഭാസൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാളിദാസൻ ഈ 5-ാം അംഗത്തിൽ ഇവർ തമ്മിലുള്ള തർക്കവും ഇതൊക്കെ മൂത്തപ്പോഴും ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു വാക്ക് പോലും, ഒരു നാഗ വരുന്നൊരു വാക്ക് ദസ്യു എന്നുള്ളൊരു വാക്കാണ്. അതിന് പുറമെ ശാരദത്തിന് അതിനകത്ത് കുറച്ചുകൂടി ശാന്തനാണ്. അദ്ദേഹം അവസാനം പറയുന്നത് തദ്ദേശ ഭവതക്കാന്ത ത്യജവൈനാം ഗൃഹാണവ. ഇത് താൻ കല്യാണം കഴിച്ച പെണ്ണാണ്, അതിനെ വേണമെങ്കിൽ സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ തിരസ്കരിക്കും. അവനാൻ വേട്ട പെണ്ണിനെ കൂടെ കൊണ്ടു നടക്കണോ അതല്ല ഉപേക്ഷിക്കണോ എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ആണത്തനുസരിച്ചിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പിരിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിയാണ് ചെയ്യുന്നത്. ആ പിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അല്ല അതിനു മുമ്പ് എന്ത് ചെയ്യുന്നു, ശകുന്തള പറയുന്നുണ്ട്
എൻ്റെ കയ്യിൽ എന്തുണ്ട്, മോതിരമുണ്ട്, അതൊന്ന് കാണിക്കാം. അങ്ങനെ മോതിരം കയ്യിൽ നോക്കുമ്പോൾ അപ്പോഴാണ് മോതിരം ഇല്ല. അഹോ അങ്കുലിയ ശൂന്യാമേ അങ്കുലി, എൻ്റെ മോതിരം കാണാനില്ലല്ലോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഗൗതമി പറയും, അത് ശക്രാവതാരത്തിൽ നമ്മൾ കാൽമുഖമൊക്കെ കഴുകാൻ ഇറങ്ങിയപ്പോൾ അവിടെ ചിലപ്പോൾ ഊർന്ന് പോയിട്ടുണ്ടാവാം അത് എന്നാണ്. അപ്പോൾ ദുഷ്യന്തൻ്റെ കളിയാക്കലുണ്ട്, ഇതെന്താ പ്രത്യുത്വന്ന മതി അതി സ്ത്രീണ. ഇതാണ് സ്ത്രീകൾക്ക് തഞ്ചം പോലെ നുണ പറയാനുള്ള സ്ത്രീകളുടെ സാമർഥ്യം എന്ന് ഗൗതമിയെ പോലുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത്രമാത്രം അധിക്ഷേപിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഞാൻ സ്ത്രീണാം അശിക്ഷിതപടുത്വം അമാനുഷീഷു, സ്ത്രീകൾക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കാണ്ട് തന്നെ ചില വിദ്യകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സമയത്ത് നുണ പറയാനും അങ്ങനെയൊക്കെയുള്ള സാമർഥ്യം അവർക്ക് ഇങ്ങനെ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, ഓരോരോ സന്ദർഭങ്ങളിലും വേണ്ട രീതിയിൽ പെരുമാറാനും ഒക്കെയുള്ള ഇതൊക്കെ ആർക്കുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, സാദൃശ്യേന കിമുതയാ പ്രതിബോധവത്യ, ഇത് സാധാരണ രീതിയിലും പക്ഷിമൃഗാദികളിൽ പോലും ഇങ്ങനെയുള്ള ഇതുണ്ട്. അവരുടെ പിടകളിൽ പോലും ഈ സ്വഭാവം കാണാൻ പറ്റും. അപ്പൊ പിന്നെ നല്ല പഠിച്ച് ബോധമൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കുയിലിനെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ കുയിൽ പിട എന്ത് ചെയ്യുന്നത്, പോയി കാക്കയുടെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് മുട്ടയിടുന്നതും അതിനെ കാക്കയെ കൊണ്ട് വളർത്തിക്കുന്നതും ഇങ്ങനെയുള്ള കള്ളത്തരമൊക്കെ കുയിലിന്റെ പിടകൾ ചെയ്യുന്നില്ലേ? ഇതുപോലെ സ്ത്രീകൾക്ക് പ്രകൃത്യാ തന്നെ ഇതിനൊക്കെയുള്ള സാമർഥ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, വല്ലാതെ സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ദുഷ്യന്തൻ അവിടെ നിന്ന് ഒരു ഇത് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോഴാണ് ശാരദ്വതൻ പറയുന്നത്, ശാരദ്വതൻ കുറച്ചുകൂടി ശാന്ത സ്വഭാവിയാണ്. തദ്ദേശ ഭവതക്കാന്ത ത്യജവൈനാം ഗൃഹാണവ, അതെ അങ്ങ് കല്യാണം കഴിച്ച പെൺകുട്ടിയെ നിങ്ങൾ സ്വീകരിക്കുവോ തിരസ്കരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ പോവാണെന്നാണ്. അപ്പം എന്ത് ചെയ്യുന്നു, അവരവിടുന്ന് പുറപ്പെട്ട് പോകാൻ നിൽക്കുമ്പോൾ അപ്പോൾ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് പോവാണ്, അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനും വേണ്ട ഇവർക്കും വേണ്ട, എന്താണ് ചെയ്യുക? അപ്പോഴാണ് അതിനുള്ളൊരു പോംവഴി. ഇങ്ങനെ ആപന്ന സത്വയായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പ്രസവകാലം വരെ എന്ത് ചെയ്യണം, പുരോഹിതൻ്റെ വീട്ടിൽ ഇത് ചെയ്യാം എന്നും. അതാണ് നമ്മുടെ രാമായണത്തിലൊക്കെ എന്ത് ചെയ്യുന്നത്, വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണം എന്ന് ലക്ഷ്മണനോട് രാമൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറയാതെ തന്നെ എന്ത് ചെയ്യുന്നു, വാൽമീകിയുടെ അടുത്ത് എത്തിക്കുക. അങ്ങനെ സീത പ്രസവിക്കുന്നതും സീതയുടെ കുട്ടികളെ വളർത്തുന്നതും ഒക്കെ ആരാണ്, വാൽമീകിയാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, പുരോഹിതൻ്റെ അടുത്ത് എത്തിക്കാം എന്നുള്ളത്. പക്ഷേ അവിടെ അന്നേരം ആ രാജധാനിയിലുണ്ടായിരുന്ന പുരോഹിതൻ്റെ കൂടെ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ രക്ഷിക്കണം എന്നെ അങ്ങോട്ട് പാതാളത്തിലേക്ക് കൊണ്ടു ഭൂമിദേവിയോടാണ് വിളിച്ച് കരയുന്നത്. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് ഒരു പ്രത്യേക തേജസ് വന്ന് എന്ത് ചെയ്യുന്നു, അത് തൻ്റെ മാതാവായ ശകുന്തളയുടെ അമ്മയായിട്ടുള്ള മേനക തന്നെയാണ് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പുരോഹിതൻ വന്നിട്ട് പറയും, ഒരു തേജസ് ആകാശത്തിൽ നിന്നൊരു തേജസ് വന്നിട്ട് എന്ത് ചെയ്തു, അവളെ എടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കണ്ണൻ്റെ ആശ്രമത്തിലാണ് ഇവള് എന്ത് ചെയ്യുന്നത്, വളരുന്നതും. കശ്യപൻ്റെ ആശ്രമം. അവനെ അങ്ങനെ കശ്യപൻ്റെ ആശ്രമത്തിലാണ്, അല്ലെങ്കിൽ മാരീചാശ്രമത്തിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ശകുന്തള ചെന്ന് എത്തിപ്പെടുന്നതും അവിടെയാണ് ഈ പ്രസവിക്കുന്നതും അവിടെ നിന്നാണ് ഈ കുട്ടിയെ സവതമന്നെ വളർത്തുന്നതും എന്നൊക്കെ നമുക്ക് 7-ാം അംഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. 6-ാം അംഗത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ മോതിരം അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്ന ആ ഒരു സന്ദർഭമാണ് 6-ാം അംഗത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നത്. പോലീസുകാരൻ ഒരു മുക്കുവനെ പിടിച്ച്, 2 പോലീസുകാർ കൂടി ഒരു മുക്കുവനെ പിടിച്ച്, നീ എവിടെ നിന്നാണ് ഈ മോതിരം കെട്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഇത് ചെയ്യാണ്. അപ്പോഴാണ് ഇത് രാജാവിൻ്റെ മോതിരാണ് എന്ന് മനസ്സിലാവുന്നു, അതിൻ്റെ മുകളിലുള്ള പേര്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി. മുക്കുവൻ പറയുന്നു, ഇത് ഞാനവിടെ ചക്രാവതാരത്തിൽ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തെ കിട്ടി, മത്സ്യത്തിൻ്റെ വയറ് വളർന്നപ്പം അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എനിക്കിതിനെക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇത് വിറ്റ് കാശാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, സുഖമായിട്ട് ജീവിക്കാം, അതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്നാണ്, ഞാൻ കട്ടതൊന്നുമല്ല
എന്ന് പറഞ്ഞ് ഈ മോതിരം കണ്ട ഉടനെ തന്നെ രാജാവിന് ശകുന്തളയെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. താൻ അവളെ തിരിച്ചയച്ചതും അങ്ങനെയുള്ള അതിലൊക്കെ പശ്ചാത്താപ വിവശനാവുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ മുക്കുവന് തത്തുല്യമായതിൻ്റെ വിലയ്ക്ക് തുല്യമായിട്ടുള്ള കാശൊക്കെ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുത്ത് ഇത് ചെയ്യാണ്. അവിടെയും വളരെ രസകരമായിട്ട് നമ്മുടെ ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് സാമൂഹ്യ വിപത്ത് എന്നുള്ള രീതിയിൽ അഴിമതിയും കൈക്കൂലിയും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടി കാളിദാസൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ഈ കാശ് വാങ്ങിച്ച് എന്ത് ചെയ്യുന്നു, അതിൽ പകുതി കാശ് അയാൾ എടുത്തു, ബാക്കി പകുതി കാശ് മുക്കുവനും കൊടുത്തു. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലൊരു വർത്താനില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഗൺ ഷാപ്പിൽ പോയിട്ട് ഇത്തിരി ഒന്ന് ആഘോഷിക്കാം, ഇതിലുള്ള കുറച്ച് കാശ് എടുത്തിട്ട് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തും നടന്നിരുന്നു എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നു, കാളിദാസൻ നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും അങ്ങനെ ശകുന്തളയെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. ഇത് കഴിഞ്ഞ് അതോടുകൂടി ആ അംഗം അവസാനിക്കുകയാണ്. പിന്നെ 7ാം അംഗത്തിൽ തൻ്റെ ഇഷ്ടതോഴരായിട്ടുള്ള മാധവ്യനെ, വിദൂഷകനെ എന്ത് ചെയ്യുന്നു, വിദൂഷകന്റെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ വല്ലാതെ അപ്പോൾ എന്ത് ചെയ്യുന്നു, രാജാവിങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ രാജാവിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി, ഉത്സാഹിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ യുദ്ധത്തിൽ സഹായിക്കാൻ ദുഷ്യന്തനെ ക്ഷണിക്കാൻ വന്ന ഇന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതളി അദൃശ്യനായി നിന്ന് എന്ത് ചെയ്യുന്നു, മാധവ്യനെ ഉപദ്രവിക്കുകയാണ്. മാധവ്യൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ ഉപദ്രവിക്കാനോ? അപ്പോൾ ഉത്സാഹിയായിട്ട് രാജാവ് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, മാതളി പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, ഈ മാരീചാശ്രമത്തിൽ ഇറങ്ങി അദ്ദേഹത്തെ ഒന്ന് വന്ദിച്ചിട്ട് പോകാമെന്ന് എത്തുന്നു. അവിടെ വെച്ച് സർവ്വതമനിൽ എന്ന് പറഞ്ഞ കുട്ടിയെയാണ്, അതും ഒരു സിംഹക്കുട്ടിയെ എടുത്ത് നോക്കട്ടെ, അതിൻ്റെ പല്ല് എത്ര ഉണ്ടെന്ന് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞ് സിംഹക്കുട്ടിയുടെ വായു പിളർന്ന് പല്ലുകൾ എണ്ണി നോക്കുന്ന അതിസമർത്ഥനായിട്ടുള്ള നല്ല കുസൃതിയായിട്ടുള്ള വികൃതിയായിട്ടുള്ള ഒരു ബാലനെയാണ് കാണുന്നത്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇതുപോലൊരു കുഞ്ഞ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം തോന്നുന്നുണ്ട്. അപ്പോൾ ആരാ എന്താണെന്നൊക്കെ സംസാരിക്കുമ്പോൾ അയാളുടെ പേര് പോലും ഞാൻ പറയില്ല. ഇയാളും മകനും പറയുന്നു, അതുപോലെ തന്നെ ഇത് ചെയ്യുന്നു. മറ്റേ തോഴിമാരോട് സഖിമാരോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നുണ്ട്, ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന തൻ്റെ ഭാര്യയെ തിരിച്ചയച്ച ഇയാളെ അയാളുടെ പേരാരാ ഉച്ചരിക്കുക, അയാളുടെ പേര് ഉച്ചരിക്കുന്നതിൻ്റെ മോശമാണെന്നുള്ളത്. പക്ഷേ ഇവള് ഇങ്ങനെ ഗർഭിണിയായപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ അതുപോലെ ഒരു പക്ഷിയുടെ ഒരു ഇത് ഇവൻ്റെ ശ്രദ്ധ തിരിക്കാൻ, കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു പക്ഷിയെ കൊണ്ടുവരുന്നത് ശകുന്തലാവണ്യം പശ്യ. ഈ പക്ഷിയുടെ സൗന്ദര്യം നീ ഒന്ന് നോക്കും. അപ്പോൾ ശകുന്തലാവണ്യം എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നത്, ശകുന്തള എന്നാണ് ഈ കുട്ടി പെട്ടെന്ന് കേൾക്കുന്നത്. തൻ്റെ അമ്മയുടെ പേര് പറഞ്ഞപ്പോഴേ എവിടെ എൻ്റെ അമ്മ? അപ്പോൾ ദുഷ്യന്തന് മനസ്സിലാവുന്നു ഈ കുട്ടിയുടെ അമ്മയുടെ പേരും ശകുന്തള എന്നാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു അവസാനം അവിടെ വെച്ച് അവർ എന്ത് ചെയ്യുന്നു, ഒന്നിച്ചു ചേരുന്നു. ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. അങ്ങനെ ഒന്നിച്ചു ചേരുന്നു മാരീചാശ്രമത്തിൽ വെച്ച്. അങ്ങനെ മാരീചൻ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് കുട്ടിയെയും ശകുന്തളയെയും തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അത് ശുഭപര്യവസായിയായിട്ട് അവസാനിക്കുന്ന രീതിയിലാണ്. ഇനി നാടകത്തെക്കുറിച്ച് ഇത്രയും നേരം ഞാൻ നാടകത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. നാടകം തുടങ്ങുന്നത് എല്ലാ സംസ്കൃതത്തിലെ നാടകങ്ങളൊക്കെ തുടങ്ങുന്നത് പോലെ തന്നെ സൂത്രധാരൻ്റെ പ്രവേശം, നാന്തി, അങ്ങനെയുള്ള ഇതോടുകൂടിയാണ്. അതിനകത്ത് ഈ കാളിദാസൻ്റെ ധ്വനി പ്രയോഗിക്കാനുള്ള സാമർഥ്യം നമുക്ക് വളരെ മനോഹരമായിട്ട് ദൃശ്യമാവുന്ന ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ് ഈ ആദ്യ ഭാഗം. അവിടെ വന്ന് ഇന്ന് കാളിദാസൻ്റെ ഏറ്റവും പുതിയ നാടകമായിട്ടുള്ള അഭിജ്ഞാനശാകുന്തളം ഇവിടെ അവതരിപ്പിക്കാം എന്ന് സൂത്രധാരൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് തോഴിയെ നടിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ഈ കൂടിയിരിക്കുന്ന അഭിരൂപ ഭൂയിഷ്ടമായിട്ട് ഈ സദസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, പണ്ടൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒരു പാട്ട് വയ്ക്കില്ലേ, അതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു ഗാനം ആലപിക്കാൻ പറയുന്നു. അവിടെ ഒരു പാട്ട് പാടുന്നു, ഗ്രീഷ്മ ഋതുവിനെ കുറിച്ചുള്ളൊരു പാട്ട്. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജനം ചോദിക്കുന്നു, അപ്പം ഇന്ന് നമ്മൾ ഈ സദസ്സിനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? അങ്ങല്ലേ പറഞ്ഞത്
കാളിദാസന്റെ ഏറ്റവും പുതിയ നാടകമായിട്ട് അഭിജ്ഞാന ശാകുന്തളം അവതരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ, സുഷ്ഠു സ്മാരിതം. നന്നായി ഓർമ്മിപ്പിച്ചത്, നന്നായി. കാരണം തവാസ്മി ഗീതരാഗേണ ഹാരിണ പ്രസഭം ഹൃത. ഇതിൻ്റെ ഈ മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടപ്പോഴും അതിലെ സംഗീത മാധുരിയിൽ അങ്ങോട്ട് മുഴുകിപ്പോയിട്ട് ഞാനതങ്ങ് മറന്നുപോയി. ഏതുപോലെ ഈ മാനിനെ പിന്തുടരുന്ന ദുഷ്യന്തനെ പോലെ എല്ലാം മറന്ന് നായാട്ടിനിറങ്ങിയ ദുഷ്യന്തൻ എങ്ങനെയാണോ മാനിനെ പിന്തുടർന്ന് വരുന്നത് അതുപോലെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, പിന്നെ ആ രംഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ കാളിദാസൻ നമുക്ക് പറഞ്ഞു തരുന്നത് ശാകുന്തളം എന്ന് പറയുന്നത് ഒരു വിസ്മൃതിയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. അതാണ് ശാകുന്തളം എന്ന് പറയുന്ന നാടകം. മൊത്തത്തിൽ നാടകത്തിൻ്റെ ഇതിവൃത്തം മുഴുവൻ ചെപ്പിലൊതുക്കിയതുപോലെ പറഞ്ഞു. ഈ രീതിയിൽ ധ്വനി പ്രയോഗിക്കാനുള്ള സാമർഥ്യം കാളിദാസനല്ലാതെ മറ്റ് കവികൾക്കൊക്കെ വളരെ അപൂർവമായിട്ടേ നമ്മൾ കാണാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് കാളിദാസൻ്റെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ ഭാസനയോടുള്ള കാളിദാസന്റെ നാടകങ്ങളിലുടനീളം തിന്മയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ചെടിപ്പുകൾ. ഇത് ടാഗോർ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കാളിദാസനെ കുറിച്ച് പറയുമ്പോൾ ടാഗോർ പറയുന്നത് കാളിദാസന്റെ നാടകങ്ങളിൽ വിശേഷിച്ചും അഭിജ്ഞാന ശാകുന്തളം പോലുള്ള നാടകത്തിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ കഴിയുന്നത് തിന്മയുടെ അസാന്നിധ്യമാണ്. അത് കാളിദാസന്റെ ഒരു സവിശേഷതയാണ്. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ മറ്റുള്ളവരെ അലട്ടുന്ന രീതിയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാളിദാസൻ തൻ്റെ ഈ അഭിജ്ഞാന ശാകുന്തളത്തിൽ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊട്ടാരത്തിലെ ഉപജാപങ്ങളും ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സസ്വസ്ഥമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുക, ഇതൊന്നും ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവിന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതൊന്നും ഞാൻ പറയുന്നല്ല കേട്ടോ, ടാഗോർ പറയുന്നതാണ്. ശാകുന്തളത്തെക്കുറിച്ച് ടാഗോറിൻ്റെ നിരീക്ഷണമാണത്. അതിലേറ്റവും രസകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ശിവഭക്തനാണ് കാളിദാസൻ. കാളിദാസൻ്റെ എല്ലാ കൃതികളും ശിവനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനകത്ത് മേഘദൂതം ഒഴികെ, മേഘദൂതത്തിൻ്റെ കശ്യക്കാന്താവിരഹ ഗുരുനാഥൻ എന്ന് പറഞ്ഞ് നേരെ അങ്ങ് പ്രതിപാദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ശിവസ്തുതിപരമായിട്ടാണ്. ശിവനാകട്ടെ എങ്ങനെയുള്ള ആളാണ്, ഈ ലോകത്തെ മുഴുവൻ വിഷത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പാലാഴി മഥനകാലത്ത് എന്ത് ചെയ്യുന്നു, ആ കാളകൂട വിഷം സ്വയം ഉൾക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച ആളാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, കാളിദാസനും തൻ്റെ രചനകളിലൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സംസാരമാകുന്ന ജീവിതമാകുന്ന സാഗരത്തെ മുഴുവൻ കടഞ്ഞെടുത്ത് അതിലെ തിന്മകളെയൊക്കെ എന്ത് ചെയ്യുന്നു, സ്വയം ഉള്ളിലൊതുക്കി അതിലുള്ള നന്മയെ മാത്രം, മാനവികതയെ മാത്രം നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കാളിദാസൻ തൻ്റെ നാടകം. ഈ നാടകത്തിൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് കൂടുതലും കാവ്യാത്മകമായി പോയി എന്നുള്ളതാണ്. നാട്യാത്മകമാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത് കാവ്യാത്മകമായി എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ ഏറ്റവും നാടകത്തിൻ്റെ ഒരു വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം. 4ഉം 5ഉം അംഗങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഒരു നാടകത്തിൻ്റെതായ എല്ലാ ഇതും കാണുന്നത്. നാടകീയത മുറ്റി നിൽക്കുന്നത് 4ആം അംഗത്തിലും 5ആം അംഗത്തിലുമാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ അത് കൂടുതൽ കാവ്യാത്മകമായി എന്നുള്ളതാണ് ഈ നാടകത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. കഥാപാത്ര സന്നിവേശത്തിലാണെങ്കിൽ രാമായണത്തിൻ്റെ സാദൃശ്യം നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അഭിജ്ഞാന ശാകുന്തളത്തിൽ രാമായണത്തിൽ രാമൻ സീതയെ പരിത്യജിച്ചിട്ടുണ്ട്. ശാകുന്തളത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിക്കുന്നുണ്ട്. രാമായണത്തിൽ രാമനെ തിരിച്ചറിയുവാൻ, സീതയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു അഭിജ്ഞാനമായിട്ട് രാമനൊരു മോതിരം ഹനുമാന്റെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. ഇതിനകത്തും എന്തുണ്ട്, അഭിജ്ഞാനമായിട്ട് ഒരു മോതിരം തന്നെയാണ് പ്രത്യേകിക്കുന്നത്. രാമായണത്തിൽ അതൊരു കുറച്ച് ഭാഗത്തേ ഉള്ളൂവെങ്കിൽ പോലും ഇത് ഗ്രന്ഥം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ഥാനം ആ മോതിരത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, സീതയെ
രാമൻ സ്വീകരിക്കുന്നില്ല, തിരിച്ചു സ്വീകരിക്കുന്നില്ല. സീത രാമനോടൊപ്പം വരുന്നില്ല. അതേ അവസരത്തിൽ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ഇത് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു? സർവ്വധമനെയും ശകുന്തളയെയും തൻ്റെ ഭാര്യയും മകനുമായിട്ട് ദുഷ്യന്തൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സവിശേഷത രാമായണത്തേക്കാൾ ഒന്നുകൂടി എന്താണ് ഒരു മികച്ച ഒരു ഇത് നമുക്ക് അഭിജ്ഞാന ശാകുന്തളത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടിലും രാജാക്കന്മാർ തന്നെയാണ് എന്തായിട്ട് നിൽക്കുന്നത്, നായകന്മാരായിട്ട് വരുന്നത്. മുഗ്ധയായിട്ടുള്ള ആദ്യ ഘട്ടത്തിൽ മുഗ്ധയായിട്ടും അവസാന ഘട്ടത്തിൽ പ്രൗഢിയുമായിട്ടുള്ള ഒരു നായികയായിട്ടാണ് ശകുന്തള അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേ അവസരത്തിൽ സീത രാമായണത്തിൽ ഉടനീളം എന്താണ് ഒരു മുഗ്ധയായിട്ടുള്ള നായികയായിട്ടാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി കാണാം. ഇതൊക്കെയാണ് സാമാന്യമായിട്ട് ഈ നാടകത്തെക്കുറിച്ച് ഒരു ആകാശവീക്ഷണം നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലെ തന്നത്. ഇനി ഇയാള് നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയമൊക്കെ എഴുതി ഭഗവാന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം പറയുന്നുണ്ട്. അത് കൂടി ഒന്ന് ആവർത്തിച്ചുകൊണ്ട് അതിവിടെ അവതരിപ്പിച്ച് ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയാം. നാരായണീയത്തിൽ ഭഗവാന്റെ മഹത്വം അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അജ്ഞാത്വാദേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ. അതുപോലെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.